പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. യേശുവേ സ്തുതി, ഈശോയെ ആരാധന, ഈശോയെ മഹത്വം. കർത്താവ് തരുന്ന അനുഗ്രഹങ്ങളും വചനവിരുന്നും എന്ന പ്രോഗ്രാമിലേക്ക് സ്വാഗതം. ഒന്നാമത്തെ എപ്പിസോഡാണ് ഇന്ന് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇന്ന് പ്രധാനമായിട്ടും ലോകരാജ്യങ്ങളുള്ള ദൈവമക്കൾക്കുള്ള വചനവിരുന്നാണ്. അതിൽ ഇമ്മാനുവൽ ബ്രദറിൻ്റെ എൻ്റെ പേര് ഇമ്മാനുവൽ, ഞാൻ കോട്ടയത്ത് നിന്നാണ് ശുശ്രൂഷ സ്റ്റാർട്ട് ചെയ്യുന്നത്. ലോകരാജ്യങ്ങളുള്ള ദൈവമക്കൾക്ക് വേണ്ടിയിട്ടാണ്. പ്രതിഫലമോ മറ്റു കാര്യങ്ങളോ ഒന്നും നോക്കാതെയാണ് ബ്രദർ ശുശ്രൂഷ ചെയ്തു പോകുന്നത്. അപ്പോൾ നിങ്ങൾക്കുള്ള ദൈവവചന വിരുന്ന്, അതുപോലെ തന്നെ ദൈവവചനത്തിലൂടെ എൻ്റെ ജീവിതത്തിൽ ദൈവം മുന്നോട്ട് നയിക്കുന്നതിനെയും, അതുപോലെ തന്നെ ബ്രദർ ലീഡ് ചെയ്യുന്ന പ്രാർത്ഥനാ ഗ്രൂപ്പിൽ ദൈവമക്കളെ അനുഗ്രഹിക്കുന്ന ദൈവത്തിൻ്റെ അത്ഭുതങ്ങളെക്കുറിച്ചും അടയാളങ്ങളെക്കുറിച്ചും അവിടുത്തെ കരുണയെക്കുറിച്ചും അവിടുത്തെ സ്നേഹത്തെക്കുറിച്ചും ഒക്കെയാണ് പ്രധാനമായിട്ടും ഈ ശുശ്രൂഷയിൽ ഉൾപ്പെടുത്താൻ ആഗ്രഹിക്കുന്നത്. ആദ്യം എന്നിൽ നിന്ന് തന്നെയാണ് ഞാൻ തുടങ്ങേണ്ടത്. കാരണം കർത്താവ് പറയുന്നുണ്ടല്ലോ, ആദ്യം നിങ്ങളെ തന്നെ വിശുദ്ധീകരിപ്പിക്കുവിൻ, നാളെ നിങ്ങളുടെ ജീവിതത്തിൽ ഞാൻ അത്ഭുതം പ്രവർത്തിക്കും. തീർച്ചയായിട്ടും ആ വചനത്തിൻ്റെ പൊരുൾ നമ്മളെല്ലാവരും പഠിക്കേണ്ടതുണ്ട്, മനസ്സിലാക്കേണ്ടതുണ്ട്. പ്രധാനമായിട്ടും ഇന്ന് നമ്മൾ പറയാൻ ആഗ്രഹിക്കുന്നത് ഒരു സ്പിരിച്വൽ വചന സന്ദേശമാണ്. ആദ്യം ബ്രദർ വചനത്തിലേക്ക് വരാം. അതിനു മുമ്പായിട്ട് ബ്രദറിനെ കുറിച്ചൊന്ന് ജസ്റ്റ് ഒരു 1 മിനിറ്റ് പറയാം. എൻ്റെ പേര് ഇമ്മാനുവലാണ്, ഞാൻ കോട്ടയത്ത് നിന്നാണ് ശുശ്രൂഷ ചെയ്യുന്നത് എന്ന് ഓൾറെഡി പറഞ്ഞു. ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്യുന്നു, കാരണം ബ്രദറിനെ കുറിച്ച് അങ്ങനെ വ്യക്തമായിട്ട് നിങ്ങൾക്ക് ആർക്കും അറിയാൻ സാധ്യതയില്ല. കുറച്ച് ദൈവമക്കൾക്ക് മാത്രമേ അറിയാൻ സാധ്യതയുള്ളൂ. അറൗണ്ട് 2018 കാലഘട്ടത്തിലാണ് ബ്രദർ ശുശ്രൂഷ സ്റ്റാർട്ട് ചെയ്യുന്നത്. അറൗണ്ട് ഇപ്പോൾ 2025 ഇത്രയും വർഷത്തിനിടയിൽ ദൈവം ഒരുപാട് അത്ഭുതങ്ങളെയും അടയാളങ്ങളുടെയും ജീവിതം നയിച്ചു. ശരിക്കും പറഞ്ഞാൽ എൻ്റെ 2ാം ജന്മമാണ് ഇന്ന് ഞാൻ ജീവിച്ചിരിക്കുന്നതിൻ്റെ ഉത്തമ ഉദാഹരണം. ജീവിക്കുന്ന ദൈവമായ കർത്താവിൻ്റെ സാന്നിധ്യമാണ്. മരിച്ച് ജീവിച്ച ഒരു വ്യക്തിയാണ് ഞാൻ. ഒരു ജീവിതം മരിച്ചു, 2ാമത് ജീവൻ തന്നത് യേശു ക്രിസ്തുവാണ്. അതുകൊണ്ടാണ് ഈ വചനവിരുന്നിന് ഞാൻ പ്രാധാന്യം കൽപ്പിക്കുന്നത്. ഞാൻ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഈ വചനവിരുന്ന് അറൗണ്ട് 1 മുതൽ 1000 എപ്പിസോഡായിട്ടാണ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. ആദ്യത്തെ എപ്പിസോഡ് എന്നുദ്ദേശിക്കുന്നത് പ്രധാനമായിട്ടും എൻ്റെ ജീവിതത്തിലെ കൂടുതൽ അനുഗ്രഹപ്രദമായിട്ടുള്ള, അല്ലെങ്കിൽ പ്രാർത്ഥനാലയത്തിലെ മക്കൾക്ക് അനുഗ്രഹപ്രദമായിരിക്കുന്ന ഒരുപാട് അഭിഷേകങ്ങൾ, ഒരുപാട് അനുഗ്രഹങ്ങൾ, ഒരുപാട് മാറ്റങ്ങൾ, ഒരുപാട് മക്കളെ അനുഗ്രഹിച്ച അറൗണ്ട് ഒരു 10,000-ഓളം ആളുകൾക്ക് അനുഗ്രഹം കൊടുത്ത, അനുഗ്രഹിച്ച ദൈവത്തിൻ്റെ വചനമാണ് പറയാൻ ആഗ്രഹിക്കുന്നത്. ആ വചനം ഇതാണ്. നിയമാവർത്തന പുസ്തകം 28-ാം അധ്യായം 1 മുതൽ 14 വരെയുള്ള ദൈവവചനങ്ങൾ. അത് അറൗണ്ട് ഒരുപാട് മക്കൾക്ക് കൊടുത്ത്, ഒരുപാട് മക്കളുടെ ജീവിതത്തിൽ ദൈവം ആ വചനം പാലിച്ചതിന് ശേഷം, നമ്മൾ ദൈവവചനം കേട്ടാൽ മാത്രം പോരാ എന്ന് ഞാൻ എപ്പോഴും പറയാറുണ്ട്. ഇവിടെയും ഞാൻ പറയുന്നത് അതുതന്നെയാണ്. നമ്മൾ ദൈവവചനം ശ്രമിച്ചാൽ മാത്രം പോരാ, ദൈവവചനം പാലിക്കുന്ന ദൈവമക്കളായി ജീവിക്കാൻ ശ്രമിക്കണം. നമ്മുടെ പഴയ പ്രധാനപ്പെട്ട ആത്മീയ ആചാര്യന്മാർ ഇപ്പോൾ എൻ്റെ പ്രധാനപ്പെട്ട ആത്മീയ ഗുരു എന്ന് പറയുന്നത് ഞാൻ ആദ്യമായിട്ട് വചനം കേൾക്കുന്നത് നമ്മുടെ അട്ടപ്പാടി ഷെഹ്യോൻ ധ്യാന കേന്ദ്രത്തിൽ ശുശ്രൂഷ ചെയ്യുന്ന നമ്മുടെ പ്രിയങ്കരനായ സേവ്യർ ഖാൻ വട്ടായിൽ അച്ഛൻ്റെ ശുശ്രൂഷയാണ് ഞാൻ ആദ്യമായി കേൾക്കുന്നത്. അച്ഛൻ്റെ ഒരു ശിഷ്യനായി ജീവിക്കാനൊക്കെ ആ കാലഘട്ടത്തിൽ ആഗ്രഹിച്ചിരുന്നു. പക്ഷേ അതിന് ഒരുപാട് കടമ്പകൾ കഴിയേണ്ടതുണ്ട്. അതിന് ദൈവം നമ്മളെ ആദ്യം തിരഞ്ഞെടുക്കണം. ദൈവം തിരഞ്ഞെടുത്താൽ മാത്രം പോരാ, തമ്പുരാന് വേണ്ടിയിട്ട് നമ്മൾ ത്യാഗവും സമർപ്പണവും അർപ്പിച്ച് പ്രവർത്തിക്കണം, പ്രയത്നിക്കണം, അധ്വാനിക്കണം എന്നൊക്കെയാണ് നമ്മുടെ ആത്മീയ സന്ദേശം. അപ്പോൾ അതിൻ്റെ യാത്രയാണ് 2018 ധ്യാനം കൂടുന്നത്, അട്ടപ്പാടി മല മുകളിലേക്ക് പോകുന്നതും
ഈശോയുടെ വചനം ശ്രവിക്കാൻ വേണ്ടിയിട്ട് സഹനവും ത്യാഗവും സഹിച്ചുകൊണ്ടാണ് അന്ന് ആ മലമുകളിലേക്ക് എത്തുന്നതും. അന്ന് ഞാൻ അച്ഛൻ്റെ ശുശ്രൂഷ പ്രതീക്ഷിച്ചാണ് പോയത്. പക്ഷേ അന്ന് ശുശ്രൂഷക്ക് വന്നത് സാംസൺ അച്ഛനായിരുന്നു. പക്ഷേ വട്ടാരച്ഛനേക്കാൾ എത്രയോ അതിനേക്കാൾ ഉപരി അഭിഷേകമായിരുന്നു ആ അച്ഛനെന്ന് എനിക്ക് അനുഭവപ്പെട്ടത്. കാരണം അച്ഛൻ്റെ വചന ശുശ്രൂഷ ഞാൻ ഓൺലൈനിലൂടെ 1 വർഷത്തോളം കൂടുമായിരുന്നു. 2017 കാലഘട്ടത്തിൽ അഭിഷേകത്തിനെ കണ്ടിന്യൂ ആയിട്ട് കണ്ട് പ്രാർത്ഥിക്കുമായിരുന്നു. അങ്ങനെയാണ് എനിക്ക് ദൈവത്തിൻ്റെ അത്ഭുതത്തെക്കുറിച്ച് അറിയാൻ സാധിച്ചത്. ഞാൻ വന്ന വഴി ഒരിക്കലും എനിക്ക് പറയാതിരിക്കാൻ പറ്റില്ല. അത് പറയേണ്ടത് എൻ്റെ റെസ്പോൺസിബിലിറ്റി ആകുന്നു. അങ്ങനെയാണ് ഞാൻ ഈശോയെ അടുത്തറിയാനും ഈശോയുടെ പ്രവർത്തനത്തെക്കുറിച്ച് മനസ്സിലാക്കാനും ഈശോ മനുഷ്യ മക്കളെ സ്നേഹിക്കുന്ന അവിടുത്തെ അത്ഭുതങ്ങളെക്കുറിച്ചും അടയാളങ്ങളെക്കുറിച്ചും എനിക്ക് ആ ധ്യാന കേന്ദ്രത്തിലൂടെയാണ് മനസ്സിലായത്. പിന്നീട് എൻ്റെ ജീവിതത്തിലേക്ക് കർത്താവിൻ്റെ അനുഗ്രഹങ്ങൾ ലഭിക്കാൻ തുടങ്ങി. പല കാര്യങ്ങളിലൂടെയാണെങ്കിലും പല മേഖലകളിലൂടെയാണെങ്കിലും. അപ്പോൾ അതിൽ നിന്നും എനിക്ക് പ്രധാനമായിട്ടും കിട്ടിയ ഒരു വചന സന്ദേശമാണ് ഞാൻ ഇന്ന് പറയാൻ ആഗ്രഹിക്കുന്നത്. ഒരുപാട് കാര്യങ്ങൾ ദൈവമക്കളോട് പറയാൻ ആഗ്രഹിക്കുന്നു. ഓരോ എപ്പിസോഡായിട്ട് അത് പറയുന്നതായിരിക്കും. 1 മുതൽ 1000 വരെയുള്ള എപ്പിസോഡാണ് ഇപ്പോൾ മനസ്സിൽ പരിശുദ്ധാത്മാവ് തന്നിരിക്കുന്നത്. അത് ചെയ്യാനുള്ള കൃപയ്ക്ക് വേണ്ടിയിട്ട് നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുക, ഞാൻ നിങ്ങൾക്ക് വേണ്ടിയും പ്രാർത്ഥിക്കാം. മേ ബി എൻ്റെ ഈ സന്ദേശങ്ങൾ കേൾക്കുന്നത് വളരെ വിരലിൽ എണ്ണാൻ പറ്റുന്ന ഒരു 10, 100, 200 മേ ബി അത്രയും പ്രതീക്ഷയുള്ളൂ. അത്രത്തോളം ദൈവമക്കളെ ഞാൻ പ്രതീക്ഷിക്കുന്നുള്ളൂ. എനിക്കറിയത്തില്ലല്ലോ ദൈവം നമ്മളെ എങ്ങനെയാണ് മുന്നോട്ട് നയിക്കുന്നത്, എത്രത്തോളം മക്കളാണ് ദൈവവചന സന്ദേശം ശ്രവിക്കാൻ ആഗ്രഹിക്കുന്നത് എന്ന് നമുക്ക് ഒരിക്കലും ചിന്തിക്കാൻ പറ്റുകയില്ല. കാരണം അതിൻ്റെ ഉദാഹരണം വട്ടകലച്ചൻ പണ്ട് വർഷങ്ങൾക്ക് മുമ്പ് ശുശ്രൂഷയിൽ ഒരു കാര്യം പറഞ്ഞത് എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു. ആദ്യം അട്ടപ്പാടി മലമുകളിലേക്ക് പോകുമ്പോൾ അവിടെ അച്ഛനും 9 പേരോ 6, 7, 8, 9 അറൗണ്ട് 9 പേര് അങ്ങനെയാണ് എനിക്ക് ശ്രമിക്കാൻ പറ്റിയത്. അങ്ങനെ ഒരു 9 പേര് ആണ് അവിടെ ആദ്യം ഉണ്ടായിരുന്നത്. ശുശ്രൂഷയിൽ വളരെ കയ്യിലെണ്ണാൻ പറ്റുന്ന കുറച്ച് മക്കളായിരുന്നു. അപ്പോൾ ആ മക്കളെ കൂട്ടി ആദ്യം പ്രാർത്ഥന തുടങ്ങി. കാരണം അന്നത്തെ കാലഘട്ടത്തിൽ ആനയും മറ്റ് വന്യമൃഗങ്ങളൊക്കെ ആക്രമിക്കുന്ന അല്ലെങ്കിൽ പ്രതിസന്ധി ഉണ്ടാക്കുന്ന ഒരു കാലഘട്ടമായിരുന്നു എന്നാണ് അച്ഛൻ പറഞ്ഞ ഒരു അറിവിൽ എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. അപ്പോൾ ആ കാലഘട്ടത്തിൽ അച്ഛൻ ആ മലമുകളിലേക്ക് പോകുകയും ഈശോയ്ക്ക് വേണ്ടി പ്രയത്നിക്കുകയും പ്രവർത്തിക്കുകയും അധ്വാനിക്കുകയും ചെയ്തു എന്നതിൻ്റെ ഒരു റിയാലിറ്റി എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചു. അപ്പോൾ ആ അധ്വാനത്തിന് തമ്പുരാൻ ഒരിക്കലും പ്രതിഫലം കൊടുക്കാതെ നിന്നിട്ടില്ല എന്നതും എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചു. അപ്പോൾ ആ 9 പേരിൽ നിന്നും ഒരുപാട് ശിഷ്യഗണത്തെ തമ്പുരാൻ അവിടെ കൊടുത്തു. ആദ്യം പ്രാർത്ഥിക്കുമ്പോൾ ആരും ഉണ്ടായിരുന്നില്ല ആലയത്തിൽ. വളരെ കുറച്ച് പേർ മാത്രമേ വിശുദ്ധ കുർബാനയ്ക്ക് വരാറുള്ളൂ. അങ്ങനെ ആയിരുന്നു കാലഘട്ടത്തിൻ്റെ സിസ്റ്റം എന്നും അതിലൂടെ അച്ഛൻ ശക്തമായിട്ട് തമ്പുരാനോട് മുട്ടുമേലിരുന്ന് പ്രാർത്ഥിക്കാൻ തുടങ്ങി. സഹനത്തിൻ്റെയും ത്യാഗത്തിൻ്റെയും സമർപ്പണത്തിൻ്റെയും ഒരു യാത്ര എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. കാരണം ആ സമർപ്പണമാണ് പിന്നീട് ഷെഹിയോൻ ധ്യാന കേന്ദ്രം എന്ന പേരിൽ അറിയപ്പെടാൻ തുടങ്ങിയത്. അത് അച്ഛൻ്റെ ഹാർഡ് വർക്ക്, നമ്മൾ പറയുന്നില്ല ഹാർഡ് വർക്ക് എന്ന് പറയുന്നില്ല, തീർച്ചയായിട്ടും സഹനത്തിൻ്റെയും ത്യാഗത്തിൻ്റെയും സമർപ്പണത്തിൻ്റെയും ഹാർഡ് വർക്കിലൂടെ ദൈവമായ കർത്താവ് അച്ഛനെ ഒരുപാട് ഉയർത്തി. കാരണം അച്ഛൻ എൻ്റെ ആത്മീയ ഗുരു എന്ന് പറയുന്നത് എൻ്റെ മനസ്സിലുള്ള ആത്മീയ ഗുരുവാണ് കേട്ടോ. നേരിട്ട് അച്ഛനെ കാണുക എന്ന് പറയുന്നത് എല്ലാവർക്കും അറിയാം വളരെ ബുദ്ധിമുട്ടാണ്. കാരണം അച്ഛൻ വളരെ തിരക്കും പ്രയാസങ്ങളും പല യാത്രയിലും പല ശുശ്രൂഷയിലും തിരക്കുള്ള വ്യക്തിയാണ്. അപ്പോൾ അത് പറയേണ്ടത് എൻ്റെ ആത്മീയ ഗുരുവാണ് എന്ന് ഞാൻ ഹൃദയം തൊട്ട് പറയുന്നു. കാരണം നേരിട്ടുള്ളതല്ല, ഇൻഡയറക്റ്റ്. നമ്മൾ പറഞ്ഞ ഇൻഡയറക്റ്റും ഡയറക്റ്റും നമുക്ക് നമ്മുടെ ദൈവത്തെ നമ്മൾ കാണുന്നില്ല, ഉണ്ടോ? ഇൻഡയറക്റ്റായിട്ട് നമ്മൾ കാണുന്നില്ല, ഡയറക്റ്റ് കാണുന്നില്ല. അതുപോലെ തന്നെ എൻ്റെ ആത്മീയ ഗുരുവിനെയും ഞാൻ ഡയറക്റ്റ് കാണുന്നത് വളരെ അപൂർവ സമയങ്ങളിലായിരിക്കും. മേ ബി ധ്യാന സമയങ്ങളിൽ ആയിരിക്കാം. അച്ഛനെ എന്നെ ഒരിക്കലും അറിയാൻ സാധ്യതയില്ല. പക്ഷെ അച്ഛനെ എനിക്കറിയാം. ഈശോയെ നമ്മൾ നേരിട്ട് കാണുന്നില്ല, ഈശോയെ നമുക്കറിയാനും സാധിക്കുന്നില്ല. പക്ഷേ ഈശോ നമ്മളിൽ എന്നും എപ്പോഴും പ്രവർത്തിക്കുന്നുണ്ട്, നമ്മുടെ കൂടെയുണ്ട് ഈശോ. ആ ഈശോയുടെ സാന്നിധ്യം ലഭിക്കണമെങ്കിൽ നമ്മൾ
ഈശോയുടെ ജീവിക്കുന്ന ജീവനുള്ള വചനത്തിലേക്ക് നമ്മുടെ ശ്രദ്ധ, നമ്മുടെ ജീവിതം ക്രമീകരിക്കേണ്ടതുണ്ട്. കാരണം പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങൾ പറയാതെ വചനത്തിലേക്ക് പോയിട്ട് കാര്യമില്ല. കാരണം ബ്രദർ എന്താണെന്നും ശുശ്രൂഷ എന്താണെന്നും എന്താണ് ഇതുകൊണ്ട് ബ്രദർ ഉദ്ദേശിക്കുന്നതെന്ന് നിങ്ങൾ അറിയേണ്ടതുണ്ട്. ഞാൻ പ്രധാനമായിട്ടും ഉദ്ദേശിക്കുന്നത് ലോകരാജ്യങ്ങളിലേക്ക് ദൈവവചനം പ്രഘോഷിക്കപ്പെടണം എന്നൊരാഗ്രഹമാണ് ഇതിൻ്റെ പ്രധാന ലക്ഷ്യം. കർത്താവിൻ്റെ വചനം പ്രഘോഷിക്കാൻ യോഗ്യതയില്ലാത്ത അയോഗ്യനായ വ്യക്തിയാണ് ഞാൻ. കാരണം എങ്കിലും എനിക്ക് ജീവൻ തന്നവൻ്റെ വചനം എനിക്ക് പ്രഘോഷിക്കണം എന്ന് വലിയ അതിയായ ആഗ്രഹമുണ്ട്. കാരണം എൻ്റെ ബാക്ക്ഗ്രൗണ്ട് ഡീറ്റെയിൽസും മറ്റു കാര്യങ്ങളൊക്കെ നോക്കിയാൽ ഒരിക്കലും എനിക്ക് ഒരു പ്ലാറ്റ്ഫോമും ആരും ഇട്ട് തരാൻ പോകുന്നില്ല. കാരണം അത്രയേറെ പ്രതിസന്ധിയും ക്രൈസിസും നിറഞ്ഞ അത്രയേറെ പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ഒരു സാഹചര്യത്തിൽ നിന്നാണ് ഞാൻ ദൈവവചന ശുശ്രൂഷയിലേക്ക് വരുന്നതും പ്രവർത്തിക്കുന്നതൊക്കെ. ആരുടെ അനുവാദമൊന്നും, തമ്പുരാൻ്റെ വചനം പ്രഘോഷിക്കണമെങ്കിൽ നമുക്ക് ആരുടെ അനുവാദമൊന്നും ആവശ്യമില്ല. തമ്പുരാൻ്റെ ഈ ജീവിക്കുന്ന ദൈവത്തിൻ്റെ അനുവാദം മാത്രം മതി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. കാരണം ഞാൻ ഒന്നിനെയും ഭയപ്പെടേണ്ട ആവശ്യമില്ല. കാരണം ഞാൻ സത്യത്തിൻ്റെയും ന്യായത്തിൻ്റെയും നീതിയുടെയും വഴിയിലൂടെ മാത്രമേ ഇപ്പോൾ സഞ്ചരിക്കുന്നുള്ളൂ. പണ്ടത്തെ കാലം സാബോളിനെ പോലെയായിരുന്നു. സാബോളിൻ്റെ അവസ്ഥ, സാബോളിനെയാണ് ഈ കർത്താവ് പൗലോസാക്കി മാറ്റിയത്. അതുപോലെ തന്നെ എൻ്റെയും ബാക്ക്ഗ്രൗണ്ടിൽ അങ്ങനെ ഒരു വലിയൊരു ക്രൈസിസ് ഉണ്ടായിരുന്നു. പക്ഷെ ആ ക്രൈസിസിൽ നിന്നൊക്കെ ഈ ജീവിക്കുന്ന കർത്താവ് എന്നെ വീണ്ടെടുത്തു. അപ്പോൾ തീർച്ചയായിട്ടും ജീവിക്കുന്ന ദൈവത്തിൻ്റെ വചനം പ്രഘോഷിക്കേണ്ടത് എൻ്റെയും കൂടി അവകാശമാകുന്നു, എൻ്റെയും കൂടി ദൗത്യമാകുന്നു. സമ്പത്തോ പാരിതോഷികമോ ഒന്നും ഉദ്ദേശിക്കുന്നില്ല. ഒരു സമ്പത്തും പാരിതോഷികവും ആവശ്യമില്ല. കാരണം നമുക്ക് വേണ്ടത് ഈ ജീവനുള്ള ദൈവം അതാത് സമയത്ത് എത്തിച്ചു തരുമെന്ന് എനിക്ക് 100% വിശ്വാസമുണ്ട്. അപ്പോൾ പ്രധാനമായിട്ടും എൻ്റെ ജീവിതത്തിലെ ഏറ്റവും കൂടുതൽ അനുഗ്രഹപ്രദമായിട്ടുള്ള വചനവും ആ വചനത്തിൻ്റെ അർത്ഥവും ആ വചനം എന്താണ് ഉദ്ദേശിക്കുന്നതെന്നും നമ്മൾ വചനം അനുസരിച്ച് എങ്ങനെ ജീവിക്കാമെന്നും, അതുപോലെ തന്നെ ഞാൻ ഓൾറെഡി ആദ്യമേ പറഞ്ഞു, കർത്താവിൻ്റെ അനുഗ്രഹങ്ങളും വചനവിരുന്നും. ഇതാണ് നമ്മുടെ ഈ പ്രോഗ്രാമിൻ്റെ പ്രധാനപ്പെട്ട നാമധേയം. അതിൽ ഒന്നാമത്തെ എപ്പിസോഡാണ് ഇന്ന് സംപ്രേഷണം ചെയ്യുന്നത്. അതിന് സഹായിക്കുന്ന, സപ്പോർട്ട് ചെയ്യുന്ന എല്ലാ ദൈവമക്കൾക്കും, അതുപോലെ ഈ യൂട്യൂബ് ചാനൽ എന്ന് പറയുമ്പോൾ ഇതൊരു ശുശ്രൂഷയാണ്, വചന ശുശ്രൂഷയാണ്. ഇതിൽ പ്രധാനമായിട്ടും ഉദ്ദേശിക്കുന്നത് ദൈവവചന ശുശ്രൂഷ മാത്രമാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ദൈവവചനത്തിൻ്റെ അർത്ഥവും പ്രാധാന്യവും അതുപോലെ അനുഗ്രഹങ്ങൾ ദൈവം 10,000 അത്ഭുതങ്ങളും അടയാളങ്ങളും ബ്രദർ ലീഡ് ചെയ്യുന്ന പ്രാർത്ഥനാ ഗ്രൂപ്പിലൂടെ ഒരുക്കി തന്നിട്ടുണ്ട്. അതുപോലെ എൻ്റെ ജീവിതം അതിൻ്റെ ഉത്തമോദാഹരണമാണ്. കാരണം ഞാൻ എനിക്കറിയുന്ന, എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ച എൻ്റെ ജീവൻ തന്ന ആ ജീവിക്കുന്ന ദൈവത്തിൻ്റെ ജീവനുള്ള വചനമാണ് ഞാൻ നിങ്ങൾക്ക് തരുന്നത്. ഇത് ഒരു റിയാലിറ്റിയാണ്, ഒരിക്കലും അറിയാത്ത കാര്യമല്ല. ഒരിക്കലും അറിയാത്ത കാര്യത്തെക്കുറിച്ച് ബ്രദർ ഒരിക്കലും സംസാരിക്കില്ല, പ്രവർത്തിക്കത്തില്ല, പ്രയത്നിക്കില്ല മീൻസ് നമുക്കറിയാത്തതിനെ കുറിച്ച് പറയാൻ യോഗ്യത നമുക്കില്ല. പക്ഷെ എനിക്കറിയുന്ന എൻ്റെ ജീവിതത്തിൽ അനുഭവിച്ച ആ ജീവൻ്റെ വചനത്തെക്കുറിച്ചാണ് ഞാൻ ലോകരാജ്യങ്ങളിലുള്ള എല്ലാ രാജ്യങ്ങളിലും പ്രവർത്തിക്കുന്ന എല്ലാ ദൈവമക്കൾക്ക് വേണ്ടിയിട്ടാണ് ഈ ശുശ്രൂഷ. മേ ബി ബ്രദർ സ്റ്റാർട്ടിങ് ആയതുകൊണ്ട് ചിലപ്പോൾ എന്തെങ്കിലും സംസാരത്തിലോ വാക്കിലോ എന്തെങ്കിലും മിസ്റ്റേക്കോ കാര്യങ്ങളൊക്കെ വന്നു പോയിട്ടുണ്ടെങ്കിൽ ദൈവനാമത്തിൽ ക്ഷമിക്കുക. കാരണം ഒരുപാട് അറിവോ കാര്യങ്ങളോ ഒന്നുമില്ല, തമ്പുരാൻ തരുന്ന അറിവിലാണ് ഈ ശുശ്രൂഷ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. നിങ്ങളിൽ ഒരുപാട് മക്കൾ എല്ലാ ദിവസവും ഈ ശുശ്രൂഷ കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അത് തൽക്കാലം ആഴ്ചയിൽ ഒരു തവണയാണ് വചന ശുശ്രൂഷ ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. അതിൽ കൂടുതൽ ദൈവം അനുവദിച്ചെങ്കിൽ അതിൽ കൂടുതൽ ചെയ്യാം. പ്രധാനമായിട്ടും ഇന്നത്തെ വചനവിരുന്ന് വിശുദ്ധ ഗ്രന്ഥം നിയമാവർത്തന പുസ്തകം 28-ാം അധ്യായം 1 മുതൽ 14 വരെയുള്ള ദൈവവചനത്തെക്കുറിച്ചാണ് ബ്രദർ പറയാൻ ആഗ്രഹിക്കുന്നത്. ഈ വചനത്തിലൂടെ നിങ്ങൾക്ക് കിട്ടുന്ന അനുഗ്രഹങ്ങൾ, നിങ്ങളിലൂടെ ദൈവം ചെയ്യാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ, അതുപോലെ നിങ്ങളുടെ ജീവിതത്തിൽ ദൈവം തരാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ, അതുപോലെ തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ ദൈവം പ്രവർത്തിക്കാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങളെക്കുറിച്ചാണ് ബ്രദർ
പറയാൻ ആഗ്രഹിക്കുന്നത്. ഈ പ്രോഗ്രാം നിങ്ങൾ പറ്റുമെങ്കിൽ ആദ്യം മുതൽ അവസാനം വരെയുള്ള ഭാഗങ്ങൾ കൃത്യമായിട്ട് കാണുകയും കേൾക്കുകയും ശ്രവിക്കുകയും അത് കേൾക്കുവാനും ശ്രവിക്കുകയും ചെയ്യണമെന്ന് വിനീതമായ ദൈവനാമത്തിൽ അപേക്ഷിക്കുന്നു. കാരണം സത്യം പറഞ്ഞാൽ ഈശോയിലേക്കുള്ള യാത്ര പരിശുദ്ധ അമ്മ മാതാവാണ്. അമ്മയിലൂടെയാണ് ഞാൻ ഈശോയെ കൂടുതൽ അറിയാൻ സാധിച്ചത്. അതിനൊരു ഉപകരണമായിട്ട് തമ്പുരാൻ കർത്താവ് ഒരുക്കി തന്നിരിക്കുന്ന ആയുധമായിരുന്നു സേവ്യർ ഖാൻ വട്ടയിലച്ഛൻ. അപ്പോൾ അച്ഛൻ്റെ ശുശ്രൂഷയിൽ പോയി. അത് ഞാൻ പറഞ്ഞില്ല, എനിക്ക് കിട്ടിയത് സാംസൺ അച്ഛൻ്റെ ശുശ്രൂഷയായിരുന്നു. പക്ഷെ ഞാൻ അന്ന് വളരെ ദുഃഖത്തിലും പ്രയാസത്തിലുമായിരുന്നു അവിടെ പോയിരുന്നത്. പക്ഷേ എൻ്റെ ആ ദുഃഖങ്ങളെല്ലാം ആ ശുശ്രൂഷയിലൂടെ ദൈവം സന്തോഷപ്രദമാക്കി തന്നു. കാരണം ഞാൻ വളരെ സന്തോഷവനായിട്ട് എനിക്ക് ആ ശുശ്രൂഷയിൽ പങ്കെടുക്കാനും ദൈവത്തിൻ്റെ കൃപ ലഭിക്കാനും ദൈവത്തിൻ്റെ കരുണ ലഭിക്കാനും അതുപോലെ തന്നെ ദൈവാനുഗ്രഹം പ്രാപിക്കാനും എനിക്ക് സാധിച്ചു. അതുപോലെ തന്നെ ഒരുപാട് കാര്യങ്ങൾ എനിക്കന്ന് ദൈവത്തെക്കുറിച്ച് അറിയാൻ സാധിച്ചു. കർത്താവിൻ്റെ വചനത്തെക്കുറിച്ചും കർത്താവിൻ്റെ പ്രവർത്തനത്തെക്കുറിച്ചും കർത്താവിൻ്റെ സ്നേഹത്തെക്കുറിച്ചും കർത്താവിൻ്റെ കരുണയെക്കുറിച്ചൊക്കെ ഒരുപാട് കാര്യങ്ങൾ. അതുപോലെ തന്നെ ഒരുപാട് വൈദികന്മാർ എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. ഒരുപാട് സിസ്റ്റേഴ്സ് അവിടെ നിന്ന് പ്രാർത്ഥിച്ചു. അതുപോലെ എൻ്റെ പ്രധാനപ്പെട്ട കൗൺസിലിംഗ് ഗുരു രാജു ബ്രദർ 2 മണിക്കൂർ നേരം ആ സമയത്ത് എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. അത് കഴിഞ്ഞ് 3-4 വർഷം ഞാൻ അവിടെ ധ്യാനം ശുശ്രൂഷയ്ക്കും പ്രാർത്ഥനയ്ക്കും മധ്യസ്ഥ പ്രാർത്ഥനയ്ക്കൊക്കെ എനിക്ക് പോകാൻ സാധിച്ചു. അപ്പോൾ രാജു ബ്രദറിനെ എന്നെ അറിയാം. ബ്രദർ പറഞ്ഞു, സാരമില്ല ബ്രദർ, ക്ഷമിച്ച് പ്രാർത്ഥിക്കാനും തമ്പുരാൻ്റെ സ്നേഹത്തിൽ ഒട്ടി നിൽക്കുവാനും അതുപോലെ തന്നെ എല്ലാവരോടും ക്ഷമിക്കുവാനും പൊറുക്കുവാനും അതുപോലെ സ്നേഹിക്കുവാനും അങ്ങനെ നല്ല കാര്യങ്ങൾ എൻ്റെ ജീവിതത്തിലേക്ക് തമ്പുരാൻ തന്നു അനുഗ്രഹിച്ചു. അതിന് പ്രത്യേകിച്ചും ഞാൻ വട്ടയിലച്ഛനോട് പ്രത്യേകം ദൈവനാമത്തിൽ നന്ദി പറയുന്നു. സാംസൺ അച്ഛനോട് ദൈവനാമത്തിൽ നന്ദി പറയുന്നു. അതുപോലെ എൻ്റെ കൗൺസിലിംഗ് ഗുരുവായ രാജുബ്രദറിനോട് ദൈവനാമത്തിൽ നന്ദി പറയുന്നു. കാരണം ഞാൻ വന്ന വഴികൾ ഞാൻ മറക്കാൻ പാടില്ല. തീർച്ചയായിട്ടും അത് പറയേണ്ടത് എൻ്റെ റെസ്പോൺസിബിലിറ്റി ആണല്ലോ. തീർച്ചയായിട്ടും അത് ദൈവത്തിൻ്റെ ദാസന്മാരായതുകൊണ്ടാണ് ബ്രദർ കൃത്യമായിട്ടത് പറയുന്നത്. എല്ലാവരും ദൈവദാസന്മാരാണ്. ഒരുപാട് അഭിഷിക്തന്മാർ ലോകത്തിൻ്റെ എല്ലാവരെയും മാനിക്കുന്നു. എല്ലാവർക്കും ദൈവനാമത്തിൽ നന്ദി പറയുന്നു. ദൈവമക്കളെ വിശദീകരിക്കാൻ ദൈവം തിരഞ്ഞെടുത്തിരിക്കുന്ന ഓരോ ആയുധത്തെയും നമുക്ക് മാനിക്കേണ്ടതുണ്ട്. കാരണം അവർ ദൈവത്തിൻ്റെ സൃഷ്ടികളാണ്. തമ്പുരാൻ കർത്താവാണ് അവരെ വചന ശുശ്രൂഷയിലേക്ക് വിനിയോഗിച്ചിരിക്കുന്നത്. അവരോട് എല്ലാ സമയത്തും ഏത് സമയത്തും ദൈവനാമത്തിൽ നന്ദി പറയുന്നു. പ്രത്യേകിച്ച് ഞാൻ ഓൺലൈൻ ശുശ്രൂഷയിൽ നമ്മുടെ മാത്യു അച്ഛൻ്റെ ധ്യാനം ശുശ്രൂഷ കാര്യങ്ങളൊക്കെ എന്നും കാണാറുണ്ട്. ഒരുപാട് അനുഗ്രഹമുള്ള നമ്മുടെ ഹൃദയത്തിൽ ദൈവസ്നേഹം നിറക്കുന്ന വചന സന്ദേശങ്ങളാണ് നമുക്ക് അതിലൂടെ ലഭിക്കുന്നത്. അതുപോലെ ഫാദർ ഡൊമിനിക് വാളമണ്ണിൽ അച്ഛൻ്റെ വചന വിരുന്ന് കേൾക്കുമ്പോൾ ഹൃദയത്തിൽ എത്രത്തോളം മനസ്സിലാവുന്ന അത്രത്തോളം സ്നേഹവും സമാധാനവുമാണ് ലഭിക്കുന്നത്. കാരണം വചനം പഠിക്കണമെങ്കിൽ നമ്മൾ അതുപോലെയുള്ള ധ്യാന ഗുരുക്കന്മാരുടെ ശുശ്രൂഷകളും കാര്യങ്ങളൊക്കെ ടൈമിലൊക്കെ കാണുന്നതും ദൈവാനുഗ്രഹം പ്രാപിക്കുന്നതും ഏറ്റവും വലിയൊരു കാര്യമാണ്. യേശുവേ സ്തുതി. അങ്ങനെ ഒരുപാട് വചനം പഠിപ്പിക്കുന്ന വചനത്തിലേക്ക് നമ്മളെ എത്തിക്കുന്ന ദൈവദാസന്മാരെ നമുക്ക് മാനിക്കാം. നമ്മുടെ സഭയെ നമുക്ക് ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിക്കാം. നമ്മുടെ വൈദികന്മാരെ ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിക്കാം. അതുപോലെ സിസ്റ്റേഴ്സിനെയും അതുപോലെ തന്നെ ശുശ്രൂഷകന്മാരെയൊക്കെ നമുക്ക് ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിക്കാം. അവർക്കെല്ലാവർക്കും ദൈവത്തിൻ്റെ കൃപ, ദൈവത്തിൻ്റെ കരുണ, ദൈവസ്നേഹം നിറയാൻ വേണ്ടി പ്രാർത്ഥിക്കാം. ഈ സന്ദേശം കേൾക്കുന്ന എല്ലാ ദൈവമക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഈശോയുടെ കൃപ, ഈശോയുടെ കരുണ, ഈശോയുടെ സ്നേഹം ലഭിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു. വചനത്തിൻ്റെ തുടക്കത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം. അതിനു മുമ്പായിട്ട് നമുക്ക് പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യം ആഗ്രഹിച്ച് നമുക്ക് എല്ലാവർക്കും ഒന്ന് ചേർന്ന് പ്രാർത്ഥിക്കാം. നിങ്ങളെല്ലാവരും പറ്റുമെങ്കിൽ ബ്രദറിൻ്റെ കൂടെ പ്രാർത്ഥനയിൽ നിങ്ങളുടെ കൂടി സാന്നിധ്യം ബ്രദർ ആഗ്രഹിക്കുന്നു. എന്നെ കാണുന്ന, എന്നെ കേൾക്കുന്ന
ദൈവമക്കൾക്ക് വേണ്ടിയിട്ട് ഞാൻ പ്രാർത്ഥിക്കുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടിയിട്ട് ഈശോയുടെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. നമ്മൾ പരിശുദ്ധ അമ്മയെ വിളിച്ച് മധ്യസ്ഥം വഹിച്ച് പ്രാർത്ഥിക്കുന്നു. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാണ്. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാണ്. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാൻ്റെ അപേക്ഷിക്കണമേ. ആമേ. യേശുവേ ആരാധന, യേശുവേ സ്തുതി, ഈശോയെ മഹത്വം, നിത്യം പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യത്തിൽ വചനത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം. പരിശുദ്ധ അമ്മയുടെ ആ ഒരു സ്നേഹം നമുക്ക് എല്ലാവർക്കും ലഭിക്കാൻ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. വചനം ബ്രദർ ആദ്യം വചനം ഒന്ന് വായിച്ച് അതിൽ നിങ്ങൾക്ക് വേണ്ട വചന സന്ദേശങ്ങൾ തരാൻ ആഗ്രഹിക്കുന്നു. ആദ്യം നിങ്ങൾ ഇത് കംപ്ലീറ്റ് ആയിട്ട് കേൾക്കണം. കേട്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഇതിൻ്റെ അനുഗ്രഹം, നിങ്ങൾക്ക് ദൈവം ഒരുക്കി വെച്ചിരിക്കുന്ന ആ ഒരു വിരുന്നിലേക്ക് നിങ്ങൾക്ക് പൂർണ്ണമായിട്ടും പങ്കെടുക്കാനും അതുപോലെ അത് ആസ്വദിക്കാനും സാധിക്കുകയുള്ളൂ. യേശുവേ ആരാധന, യേശുവേ സ്തുതി, ഈശോയെ മഹത്വം. ബ്രദർ ഒന്ന് വായിക്കാം. നിയമാവർത്തന പുസ്തകം 28-ാം അധ്യായം 1 മുതൽ 14 വരെയുള്ള ഭാഗങ്ങൾ. നിന്റെ ദൈവമായ കർത്താവിൻ്റെ വാക്ക് കേട്ട് ഇന്ന് ഞാൻ നിനക്ക് നൽകുന്ന കൽപ്പനകളെല്ലാം സൂക്ഷ്മമായി പാലിക്കുമെങ്കിൽ അവിടുന്ന് നിന്നെ ഭൂമിയിലെ മറ്റുള്ള ജനതകളെക്കാൾ ഉന്നതനാക്കും. അവിടുത്തെ വചനം ശ്രവിച്ചാൽ അവിടുന്ന് ഈ അനുഗ്രഹങ്ങളെല്ലാം നിന്റെ മേൽ ചൊരിയും. നഗരത്തിലും വയലിലും നീ അനുഗ്രഹീതനായിരിക്കും. നിന്റെ സന്തതികളും വിളവുകളും മൃഗങ്ങളും കന്നുകാലിക്കൂട്ടവും ആട്ടിൻപറ്റവും അനുഗ്രഹിക്കപ്പെടും. നിന്റെ അപ്പക്കൂട്ടയും മാവ് കുഴക്കുന്ന കലവും അനുഗ്രഹിക്കപ്പെടും. സകല പ്രവൃത്തികളിലും നീ അനുഗ്രഹീതനായിരിക്കും. നിനക്കെതിരെ വരുന്ന ശത്രുക്കളെ നിന്റെ മുൻപിൽ വച്ച് കർത്താവ് തോൽപ്പിക്കും. നിനക്കെതിരായി അവർ ഒരു വഴിയിലൂടെ വരും, 7 വഴിയിലൂടെ പലായനം ചെയ്യും. നിന്റെ കളപ്പുരകളിലും നിന്റെ പ്രയത്നങ്ങളിലും കർത്താവ് അനുഗ്രഹം വർഷിക്കും. നിന്റെ ദൈവമായ കർത്താവ് നിനക്ക് തരുന്ന ദേശത്ത് അവിടുന്ന് നിന്നെ അനുഗ്രഹിക്കും. അവിടുത്തെ കൽപ്പനകൾ പാലിച്ച് അവിടുത്തെ മാർഗത്തിൽ ചരിച്ചാൽ കർത്താവ് നിന്നോട് ശപഥം ചെയ്തിട്ടുള്ളത് പോലെ നിന്നെ തൻ്റെ വിശുദ്ധ ജനമായി ഉയർത്തും. കർത്താവിൻ്റെ നാമം നീ വഹിക്കുന്നത് കാണുമ്പോൾ ലോകത്തിലുള്ള സകല മനുഷ്യരും നിന്നെ ഭയപ്പെടും. നിനക്ക് നൽകുമെന്ന് നിന്റെ പിതാക്കന്മാരോട് ശപഥം ചെയ്തിട്ടുള്ള ദേശത്ത് കർത്താവ് ധാരാളം മക്കളെയും കന്നുകാലികളെയും നിനക്ക് തരും. സമൃദ്ധമായ വിളവ് നൽകി അവിടുന്ന് നിന്നെ സമ്പന്നനാക്കും. കർത്താവ് തൻ്റെ വിശിഷ്ട ഭണ്ഡാകാരമായ ആകാശം തുറന്ന് നിന്റെ ദേശത്ത് തക്ക സമയത്ത് മഴ പെയ്യിച്ച് നിന്റെ എല്ലാ പ്രയത്നങ്ങളെയും അനുഗ്രഹിക്കും. അനേകം ജനതകൾക്ക് നീ കടം കൊടുക്കും, നിനക്ക് കടം വാങ്ങേണ്ടി വരികയില്ല. കർത്താവ് നിന്നെ ജനതകളുടെ നേതാവാക്കും, നീ ആരുടെയും അജ്ഞാനവർത്തി ആയിരിക്കുകയില്ല. ഇന്ന് ഞാൻ നിനക്ക് നൽകുന്ന നിന്റെ ദൈവമായ കർത്താവിൻ്റെ കൽപ്പനകൾ ശ്രവിച്ച് അവ ശ്രദ്ധാപൂർവം പാലിക്കുമെങ്കിൽ നിനക്ക് അഭിവൃദ്ധി ഉണ്ടാകും, നിനക്കൊരിക്കലും അധോഗതി ഉണ്ടാവുകയില്ല. യേശുവേ സ്തുതി, ഈശോയെ ആരാധന, ഈശോയെ മഹത്വം. ദൈവമായ കർത്താവിൻ്റെ തിരുവചനത്തെ ഓർത്ത് നമ്മൾ പിതാവായ ദൈവത്തോടും പരിശുദ്ധ അമ്മ മാതാവിനോടും സ്വർഗീയ പിതാവിനോടും നമുക്ക് നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കാം. ഈ വചനം വായിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും, ചില സന്ദേശങ്ങൾ പരിശുദ്ധാത്മാവ് നമുക്ക് തരുന്നുണ്ട്. ഇതിൽ ഒരുപാട് മക്കൾക്ക് പ്രവർത്തിച്ച രണ്ട് തിരുവചനമാണ് ബ്രദർ നിങ്ങൾക്ക് തരാൻ ആഗ്രഹിക്കുന്നത്. അത് എങ്ങനെ പ്രാർത്ഥിക്കണം, ഏത് രീതിയിൽ പ്രാർത്ഥിക്കണം, എങ്ങനെ ദൈവാനുഗ്രഹം പ്രാപിക്കാം എന്നതിനെ കുറിച്ചാണ് അടുത്ത മെസ്സേജ്. ഒന്ന്, നിങ്ങൾക്ക് ഈ വചനം വായിക്കുമ്പോൾ അറിയാം, നിന്റെ ദൈവമായ കർത്താവിൻ്റെ വാക്ക് കേട്ട് ഇന്ന് ഞാൻ നിനക്ക് നൽകുന്ന കൽപ്പനകളെല്ലാം സൂക്ഷ്മമായി പാലിക്കുമെങ്കിൽ അവിടുന്ന് നിന്നെ ഭൂമിയിലെ മറ്റുള്ള ജനതകളെക്കാൾ ഉന്നതനാക്കും. കാരണം കർത്താവിൻ്റെ വചനം അതനുസരിച്ച് നമ്മൾ ജീവിക്കുന്നു എങ്കിൽ തമ്പുരാൻ പറയുന്നു, നിന്നെ ഞാൻ ഉന്നതനാക്കും. അത് ഒരു വ്യത്യാസവുമില്ല. തമ്പുരാൻ്റെ വചനം അനുസരിച്ച് ഞാനോ നിങ്ങളോ ജീവിക്കുന്നെങ്കിൽ ആ തമ്പുരാൻ കർത്താവ് പൊന്നുപോലെ കാത്തു പരിപാലിക്കുമെന്ന് ബ്രദർ ഹൃദയം തൊട്ട് പറയുന്നു. കാരണം ഇതൊരു റിയാലിറ്റിയാണ്, ഇതൊരു സത്യമാണ്. തമ്പുരാൻ്റെ വചനം അനുസരിച്ച് ജീവിക്കുക എന്നാൽ ഒരു ക്രിസ്തീയ ജീവിതം നയിക്കുന്ന ഒരു വ്യക്തിക്ക് ഈസിയാണ്, ഒരു ബുദ്ധിമുട്ടുമില്ല. മീൻസ് 70% നമുക്ക് പാലിക്കാൻ സാധിക്കുമെന്ന് ഞാൻ ഉറപ്പ് പറയുന്നു. 30% നമുക്ക് ഒരു ഉറപ്പ് പറയാൻ പറ്റില്ല. കാരണം മനുഷ്യ ജീവിതമാണ്, പല പ്രയാസങ്ങളിലൂടെയും ബുദ്ധിമുട്ടുകളിലൂടെയാണ് നമ്മളെല്ലാവരും മുന്നോട്ട് പോകുന്നത്. അറിയാലോ, ഈ കാലഘട്ടത്തിൽ ദൈവവചനം പാലിക്കുക എന്ന് പറയുന്ന എല്ലാ മക്കൾക്കും വളരെ ബുദ്ധിമുട്ടാണ്. എൻ്റെ
ഈ 2018 മുതൽ 25 വരെയുള്ള ഇത്രയും വർഷത്തിനിടയിൽ ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കാൻ സാധിച്ചു. അതുകൊണ്ടാണ് പറയുന്നത്, തീർച്ചയായിട്ടും നിങ്ങൾ തമ്പുരാൻ്റെ വചനം അനുസരിച്ച് ജീവിക്കുന്നുവെങ്കിൽ നിങ്ങളുടെ ദൈവം ഉയർന്ന സ്ഥാനത്ത് എത്തിക്കുമെന്ന് ബ്രദർ ഉറപ്പ് പറയും. ഒരുപാട് മക്കൾ അനുഗ്രഹം പ്രാപിച്ച് സാക്ഷ്യം പറഞ്ഞ കാര്യം എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. 10,000-കണക്കിന് ആളുകൾ പ്രാർത്ഥനാലയത്തിൽ സാക്ഷ്യം പറഞ്ഞിട്ടുണ്ട്. ഈ 18 മുതൽ 25 വരെയുള്ള കാലഘട്ടത്തിൽ, മീൻസ് അറിയാലോ, 6-7 വർഷത്തിനുള്ളിൽ ഒരുപാട് ദൈവമക്കളെ ദൈവം അനുഗ്രഹിച്ചതായി എനിക്കറിയാം. അപ്പോൾ വചനം പ്രവർത്തിക്കുന്ന 2 വചനത്തെക്കുറിച്ചാണ്. എല്ലാ വചനവും പ്രവർത്തിക്കുന്ന ജീവൻ്റെ വചനമാണ്. എൻ്റെ ജീവിതത്തിൽ മനസ്സിലാക്കാൻ പറ്റിയ ഒരു തിരുവചനമാണ് ബ്രദർ പറയാൻ പോകുന്ന 2 തിരുവചനം. ഒന്ന്, നിയമാവർത്തന പുസ്തകം 28-ാം അധ്യായം 7-ാം തിരുവചനം. നിനക്കെതിരെ വരുന്ന ശത്രുക്കളെ നിന്റെ മുൻപിൽ വെച്ച് കർത്താവ് തോൽപ്പിക്കും. നിനക്കെതിരായി അവർ ഒരു വഴിയിലൂടെ വരും, 7 വഴിയുടെ പലായനം ചെയ്യും. ദൈവമക്കൾക്കുള്ള വചന സന്ദേശമാണിത്. മീൻസ് നിങ്ങൾ എന്ന് പറയുമ്പോൾ ഞാനും നിങ്ങളും ഈ ലോകത്ത് ജീവിക്കുമ്പോൾ നമുക്ക് പല രീതിയിൽ പൈശാചിക ശക്തികൾ നമ്മളെ ആക്രമിക്കുന്നത്. സ്ത്രീയുടെ രൂപത്തിലാണെങ്കിലും, പുരുഷന്റെ രൂപത്തിൽ, അയൽക്കാരൻ്റെ രൂപത്തിലാണെങ്കിലും, മറ്റു ഏതെങ്കിലും രൂപത്തിലാണെങ്കിലും, ബിസിനസ് മേഖലകളിലാണെങ്കിലും, മറ്റു പല മേഖലകളിൽ നമുക്ക് നെഗറ്റീവ് എനർജി നമ്മുടെ ജീവിതത്തിൽ വരുന്നുണ്ട്. ശരിക്കും പറഞ്ഞാൽ മനുഷ്യനല്ല മനുഷ്യൻ്റെ ശത്രു എന്ന് ഞാൻ പറയുന്നു. മനുഷ്യൻ്റെ ഉള്ളിൽ കിടക്കുന്ന അശുദ്ധിയാണ് മനുഷ്യനെ പ്രതികാരത്തിലേക്കും, പ്രയാസത്തിലേക്കും, ബുദ്ധിമുട്ടുകളിലേക്കും, തകർച്ചയിലേക്കും, പല പ്രശ്നത്തിലേക്കും എത്തിക്കുന്നത്. അപ്പോൾ ആ അന്ധകാര ശക്തിക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ മേ ബി കടബാധ്യതയുണ്ടെങ്കിൽ, അല്ലെങ്കിൽ പൈശാചിക പീഡകളുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾക്ക് സമാധാനമില്ല എന്നൊരു അന്തരീക്ഷമാണെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് ഒരു ഉയർച്ചയില്ല എന്ന് നിങ്ങൾക്ക് തോന്നിയാൽ, അല്ലെങ്കിൽ നിങ്ങളുടെ കുടുംബത്തിലൊരു സമാധാനം, സന്തോഷമില്ല എന്ന് നിങ്ങൾ തോന്നിയാൽ, നിങ്ങൾ ചെയ്യേണ്ട കാര്യം ഈ തിരുവചനം നിങ്ങൾ ഒരു 1000 തവണ നോട്ട്ബുക്ക് എടുത്ത് എഴുതി പ്രാർത്ഥിക്കാൻ ശ്രമിക്കുക. കാരണം ഞാൻ നിർബന്ധിക്കുകയില്ല. കാരണം ഇന്ന് പല വ്യക്തികൾക്കും ചെറിയ കാര്യങ്ങൾ ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടാണ്. വലിയ കാര്യങ്ങൾ ചെയ്യാനാണ് എല്ലാവർക്കും താല്പര്യം. അപ്പോൾ തീർച്ചയായിട്ടും ഈ വചനം നിങ്ങൾ ഒരു 1000 തവണ നിയോഗം വെച്ചിട്ട്, നിയോഗം എന്ന് പറയുമ്പോൾ അറിയാലോ എന്താണ് നിയോഗം. പല വ്യക്തികൾക്കും നിയോഗം എന്ന് പറഞ്ഞാൽ അറിയത്തില്ല. നിയോഗം എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ആവശ്യങ്ങൾ, നിങ്ങളുടെ പ്രധാനപ്പെട്ട ആവശ്യങ്ങൾ ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിക്കണം. എങ്ങനെ? ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ചിട്ട് നിങ്ങൾ ഈ വചനം 1, 2, 3 അങ്ങനെ എഴുതിയിട്ട് 1000 തവണ കംപ്ലീറ്റ് ആക്കുക. മേ ബി അതിനു മുമ്പ് തന്നെ നിങ്ങളുടെ നിയോഗങ്ങൾ, ആവശ്യമുള്ള നിയോഗങ്ങൾ തമ്പുരാൻ കർത്താവ് സാധിച്ചു തരും. അത് എങ്ങനെയെന്ന് ചോദിച്ചാൽ പല വ്യക്തികളിലൂടെ ആയിരിക്കും, പല പ്രസ്ഥാനങ്ങളിലൂടെ ആയിരിക്കും, പല മേഖലകളിലൂടെ ആയിരിക്കും. ദൈവത്തിന് എങ്ങനെയാ പ്രവർത്തിക്കാൻ സാധിക്കുമെന്ന് നമുക്കാർക്കും പറയാൻ പറ്റില്ല. ദൈവത്തിൻ്റെ പ്രവൃത്തി നമുക്ക് ചിന്തിക്കാൻ, നമ്മുടെ ബുദ്ധിയിൽ അളക്കാൻ പറ്റുന്ന കാര്യമല്ല. അത് ദൈവത്തിൻ്റെ സിസ്റ്റം അങ്ങനെയാണ്. എൻ്റെ ജീവിതത്തിൽ ഞാൻ അനുഭവിച്ച കാര്യത്തെക്കുറിച്ചാണ് ഞാനീ പറയുന്നത്. എനിക്കറിയാത്ത കാര്യമല്ല. നമ്മൾ വിചാരിക്കാത്ത പ്രവൃത്തിയായിരിക്കും നമ്മുടെ ജീവിതത്തിൽ ദൈവം തരുന്നത്. നമ്മൾ ഒരിക്കലും കാണാത്ത വ്യക്തികളായിരിക്കും നമുക്ക് കാണിച്ചിരിക്കുക. നമ്മൾ ഒരിക്കലും സഹായിക്കാത്ത വ്യക്തിയായിരിക്കും നമ്മുടെ മുന്നിലേക്ക് വന്ന് നമ്മുടെ സഹായം നമ്മളോട് ചോദിച്ച് നമ്മളെ സഹായിക്കുക. ഇതാണ് ദൈവത്തിൻ്റെ പ്രവൃത്തി. യേശുവേ ആരാധന, യേശുവേ സ്തുതി, ഈശോയെ മഹത്വം. അപ്പോൾ അതുപോലെ വചനം, ഈ വചനം നിങ്ങൾ ചൊല്ലിയും പ്രാർത്ഥിക്കണം. എല്ലാ ദിവസവും പറ്റുമെങ്കിൽ ഒരു 33 തവണ ഈ വചനം ഉരുവിട്ട് ഇങ്ങനെ പ്രാർത്ഥിക്കണം. നിങ്ങൾക്ക് എന്ത് പ്രശ്നമുണ്ടെങ്കിലും ഈ വചനം ചൊല്ലി നിങ്ങൾ ശക്തമായിട്ട് കർത്താവിനെ മനസ്സിൽ കണ്ടുകൊണ്ട്, കർത്താവിൻ്റെ പ്രവൃത്തിയെ ധ്യാനിച്ചുകൊണ്ട്, കർത്താവ് എൻ്റെ ജീവിതത്തിൽ പ്രവർത്തിക്കുമെന്ന് പൂർണ്ണമായിട്ടും വിശ്വസിക്കണം. ഒരു കാര്യം നിങ്ങൾ മറക്കരുത്, വിശ്വാസമില്ലാതെ ദൈവത്തെ പ്രീതിപ്പെടുത്താൻ എനിക്കോ നിങ്ങൾക്കോ സാധ്യമല്ല. ആ ഒരു കാര്യം മറക്കരുത്. കാരണം എല്ലാവരെയും ഞാൻ സ്നേഹിക്കുന്നു. കാരണം നിങ്ങളെല്ലാവരും ദൈവമക്കളായതുകൊണ്ടാണ് ബ്രദറെ പറയുന്നത്. വിശ്വാസമില്ലാതെ എനിക്കോ നിങ്ങൾക്കോ, എനിക്കോ എന്ന് പറയാൻ ഞാൻ എന്നെ തന്നെ ചൂണ്ടിക്കാണിക്കേണ്ടതുണ്ട്. കാരണം അല്ലാതെ നിങ്ങളെ മാത്രം ചൂണ്ടിക്കാണിച്ചിട്ട് പറയുന്നതിൽ അർത്ഥമില്ല. വിശ്വാസമില്ലാതെ എനിക്കോ നിങ്ങൾക്കോ ദൈവത്തെ പ്രീതിപ്പെടുത്താൻ സാധ്യമല്ല. നമുക്കെല്ലാവർക്കും ഒരു ഉറച്ച വിശ്വാസം വേണം. എന്താണ് വിശ്വാസം? എൻ്റെ ദൈവം ജീവിക്കുന്നു, എൻ്റെ ദൈവം ജീവിക്കുന്ന ദൈവമാണ്, എൻ്റെ ദൈവം എന്നോട് കൂടെയുണ്ട്. ഇമ്മാനുവൽ എന്നോട് കൂടെയുണ്ട്. യേശു
നമ്മോട് കൂടെ ഉണ്ട് എന്ന് നമ്മൾ ഹൃദയം തൊട്ട് പറയണം. അപ്പോൾ നിങ്ങളിൽ കിടക്കുന്ന, നിങ്ങളുടെ കുടുംബത്തിൽ കിടക്കുന്ന കെട്ടുകൾ അഴിയപ്പെടും. നിങ്ങളൊന്ന് പൂർണ്ണമായിട്ടും തമ്പുരാനെ വിശ്വസിക്കണം. മനുഷ്യനെ വിശ്വസിക്കാൻ ഇന്ന് എല്ലാവർക്കും എളുപ്പമാണ്, അവർ പറ്റിച്ചിട്ട് പോവുകയും ചെയ്യും. പക്ഷെ ഞാനൊരു കാര്യം പറയുന്നത് നിങ്ങൾ ശ്രമിക്കണം. മനുഷ്യനേക്കാൾ കൂടുതൽ നിങ്ങൾ ഈ കർത്താവിനെ വിശ്വസിച്ച് നോക്കുക. ഈ കർത്താവ് നിങ്ങളെ കൈപിടിച്ച് ഉയർത്തും. പരീക്ഷണങ്ങൾ ഉണ്ടാകും. പരീക്ഷണത്തെ അതിജീവിക്കാനുള്ള കൃപയും തമ്പുരാൻ കർത്താവ് തന്ന് അനുഗ്രഹിക്കും. അപ്പോൾ വചനം നിയമാവർത്തനം 28:7 എല്ലാവിധ പൈശാചിക ബന്ധനങ്ങളെയും കെട്ടുകളെയും അശുദ്ധാത്മാക്കളെയും നിങ്ങളുടെ ഭവനത്തിലേക്ക് കയറി വരുന്ന ക്ഷുദ്രജീവികൾക്കെതിരായിട്ടും, അതുപോലെ തന്നെ നിങ്ങൾക്ക് എന്താണ് അസ്വസ്ഥതയുള്ളത്, നിങ്ങൾ എന്താണ് ഫേസ് ചെയ്യുന്ന പ്രശ്നങ്ങൾ, കാരണം നിങ്ങളുടെ പ്രശ്നങ്ങൾ നിങ്ങൾക്കാണ് അറിയുക. ബ്രദറിന് ആത്മാവിൽ മാത്രമേ മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ കൗൺസിലിംഗ് കാര്യങ്ങളൊക്കെ ബ്രദർ കൊടുക്കുന്നുണ്ട്. കൗൺസിലിംഗ് ഉണ്ട്, ശുശ്രൂഷയുണ്ട്, ഓൺലൈൻ ശുശ്രൂഷയുണ്ട്. ഓൺലൈൻ ശുശ്രൂഷയിൽ നിങ്ങൾക്ക് പങ്കെടുക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ബ്രദറിൻ്റെ വാട്സപ്പ് നമ്പർ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആ വാട്സപ്പ് നമ്പറിൽ വിളിച്ചിട്ട് കാര്യമില്ല, നിങ്ങൾ മെസ്സേജ് അയച്ചാൽ മതി. അപ്പോൾ പറയുക ബ്രദറിൻ്റെ ശുശ്രൂഷ കണ്ടിട്ടാണ് അപ്ഡേഷൻ തരുന്നത്, അതുകൊണ്ട് ബ്രദർ ഞങ്ങളും ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ട്. അപ്പോൾ നിങ്ങൾ ജോയിൻ ചെയ്താൽ ആദ്യം ചെയ്യേണ്ട കാര്യം ദൈവത്തെ വിളിച്ച് പ്രാർത്ഥിക്കുക എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. എല്ലാം ബ്രദറിനോട് സംസാരിക്കാനായിട്ട് ആരും വിളിക്കേണ്ട, കാരണം ദൈവത്തെയാണ് നിങ്ങൾ ആദ്യം വിളിക്കേണ്ടത്. സെക്കൻഡ് പ്രയോറിറ്റി ഫോർ മീ, സെക്കൻഡ് മാത്രമേ മനുഷ്യർക്ക് പ്രാധാന്യമുള്ളൂ എന്ന് ഞാൻ ഉറപ്പ് പറയുന്നു. ദൈവത്തെ വിളിക്കുക. നിങ്ങൾ അപ്പോൾ ആ പ്രാർത്ഥനാലയത്തിൽ ജോയിൻ ചെയ്ത് നിങ്ങൾക്ക് പറ്റുന്ന പ്രാർത്ഥനകൾ, നമ്മുടെ വിശ്വാസത്തിലുള്ള പ്രാർത്ഥനകൾ, പ്രധാനമായിട്ടും ബ്രദറിൻ്റെ പ്രാർത്ഥനാലയത്തിലുള്ള പ്രാർത്ഥന, ഒന്ന് വിശ്വാസ പ്രമാണം, കത്തോലിക്ക സഭയിലെ പ്രധാനപ്പെട്ട പ്രാർത്ഥനയാണ് വിശ്വാസ പ്രമാണം. 2 പരിശുദ്ധ അമ്മയോടുള്ള പ്രാർത്ഥന, നന്മ നിറഞ്ഞ മറിയം. 3 ബൈബിൾ പാരായണം. പിന്നീട് പരിശുദ്ധാത്മാവിലുള്ള പ്രാർത്ഥന. പിന്നീട് കുരുക്കഴിക്കുന്ന മാതാവിനുള്ള പ്രാർത്ഥന. പിന്നെ കുരിശിൻ്റെ വഴി, ജപമാല, കരുണക്കൊന്ത. നിങ്ങൾക്ക് ഏത് പ്രാർത്ഥന അറിയുന്നത്, മീൻസ് പല വിശ്വാസത്തിലുള്ള മക്കളുടെ, ഹിന്ദുക്കളോ നിങ്ങൾ ഏത് ജാതിയിലോ ഏത് വംശത്തിലുള്ളവരാണെങ്കിലും കുഴപ്പമില്ല. ദൈവം നിങ്ങളെ സ്നേഹിക്കുന്നു. കാരണം എല്ലാവരെയും ചേർത്ത് പിടിക്കുന്ന ഒരു കർത്താവിനെയാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. കർത്താവ് എല്ലാവരെയും സ്നേഹിക്കുന്നു. ഒരു ജാതിയോ മതത്തെയോ അല്ല, എല്ലാവരെയും, മനുഷ്യ മക്കളെ എല്ലാവരും സ്നേഹിക്കുന്ന ദൈവം. കാരണം ഞാനത് എൻ്റെ അനുഭവത്തിലൂടെ പറയുന്നത്, എൻ്റെ അനുഭവത്തിലൂടെയാണ്. നിങ്ങൾക്ക് മേബി ഈ സന്ദേശം കേൾക്കുന്നത് ഒരു അക്രൈസ്തവ സ്ത്രീയായിരിക്കും, അല്ലെങ്കിൽ ഒരു അക്രൈസ്തവ പുരുഷനായിരിക്കും, അല്ലെങ്കിൽ ഒരു വേറെ ജാതിയിൽപ്പെട്ട ആൾക്കാരായിരിക്കും. ഒരു കുഴപ്പമില്ല. കാരണം നമ്മുടെ ദൈവം എല്ലാവരെയും സ്നേഹിക്കുന്നവനാണ്, സർവശക്തനാണ്. അപ്പോൾ നിങ്ങൾക്കും പ്രാർത്ഥിക്കുക. നിങ്ങൾക്ക് പ്രാർത്ഥന അറിയില്ലെങ്കിൽ തീർച്ചയായിട്ടും ബ്രദർ നിങ്ങൾക്ക് പ്രാർത്ഥന പറഞ്ഞു തരുന്നതായിരിക്കും. ബ്രദർ എന്ന് പറയുമ്പോൾ നിങ്ങളുടെ ഒരു എളിയ സഹോദരനാണ്. പിന്നെ പ്രത്യേകിച്ച് ബ്രദർ ആരിൽ നിന്നും ഒന്നും പാരിതോഷികമോ മറ്റു കാര്യങ്ങളോ അല്ലെങ്കിൽ ഒന്നും ബ്രദർ ഒരിക്കലും പ്രതീക്ഷിക്കുന്നില്ല. ഒരു കാര്യം മീൻസ് എന്തുകൊണ്ട് അങ്ങനെ പറയാൻ കാരണം, മേ ബി പല ആളുകളും പല പ്രസ്ഥാനങ്ങളും ഈ ലോകത്തുണ്ട്. പല ആളുകളും പറയുന്ന ചില കാര്യങ്ങളുണ്ട്. പല രീതിയിൽ മനുഷ്യർ ഈ ലോകത്ത് പല കാര്യങ്ങൾ ചെയ്തു പോകുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഒന്നും ആഗ്രഹമില്ല. എനിക്ക് ഒരേ ഒരു ലക്ഷ്യം മാത്രമേ ഉള്ളൂ, ദൈവവചനം ലോകരാജ്യങ്ങളിലേക്ക് എത്തിക്കുക, ദൈവമക്കൾക്ക് ദൈവത്തിൻ്റെ സാന്നിധ്യം തിരിച്ചറിയാനുള്ള അവസരം ഒരുക്കുക എന്നത് മാത്രമേ ഉള്ളൂ. ബ്രദർ വന്ന വഴികൾ, ബ്രദർ താണ്ടിയ യാത്രകൾ, ബ്രദർ സഞ്ചരിച്ച വഴികൾ, ബ്രദർ ദൈവത്തെ എങ്ങനെ അറിഞ്ഞു, ഏത് രീതിയിൽ അറിഞ്ഞു, ഏത് മേഖലകളിലൂടെയാണ് തമ്പുരാൻ അറിഞ്ഞത്, എങ്ങനെയാണ് ദൈവത്തെ അറിയാൻ പറ്റിയത്, അതിന് എന്താണ് ഞാൻ തമ്പുരാന് വേണ്ടി അർപ്പിച്ചത്, ഇതൊക്കെയാണ് നമ്മുടെ ശുശ്രൂഷയുടെ പ്രധാനപ്പെട്ട ഡിസ്ക്രിപ്ഷൻസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. അപ്പം ഡിസ്ക്രിപ്ഷനിൽ, ഈ ചാനലിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ നിങ്ങൾക്ക് അവിടെ വാട്സപ്പ് നമ്പർ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൽ നിങ്ങൾക്ക് നിങ്ങളുടെ പേര്, എങ്ങനെയാണ് ബ്രദറിനെ കേട്ടത്, അറിഞ്ഞത് എന്ന് അപ്ഡേറ്റ് ചെയ്യണം. അപ്പോഴേ എനിക്ക് മനസ്സിലാവത്തുള്ളൂ. അങ്ങനെ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ബ്രദറിൻ്റെ വാട്സപ്പ് നമ്പറിലേക്കും പ്രാർത്ഥന ഗ്രൂപ്പിലേക്കും വന്ന് പ്രാർത്ഥന സ്റ്റാർട്ട് ചെയ്യാവുന്നതാണ്. തീർച്ചയായിട്ടും നിങ്ങൾക്കുള്ള ദൈവത്തിലേക്കുള്ള വഴി, ദൈവവചനം, അതുപോലെ തന്നെ തമ്പുരാൻ കർത്താവിൻ്റെ സ്നേഹം തീർച്ചയായിട്ടും നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അതുപോലെ വചനവിരുന്നും നിങ്ങൾക്ക് പ്രാർത്ഥിക്കേണ്ട വചനങ്ങളും സന്ദേശങ്ങളൊക്കെ തരുന്നതായിരിക്കും. കുറച്ച് മക്കൾ ഇപ്പോൾ പ്രാർത്ഥിക്കുന്നുണ്ട്. ഒരുപാട് മക്കളുണ്ടായിരുന്നു. പക്ഷേ ഈ ലോകം എന്ന് പറയുന്ന അറിയാലോ, നശ്വരമാണ്. ഇതാ വന്നു ദേ പോയി, ആ രീതിയിലാണ് നമ്മുടെയൊക്കെ ജീവിതവും പ്രാർത്ഥനയും വിശ്വാസവും ഒക്കെ അങ്ങനെയാണ് കാണുന്നത്. അതുകൊണ്ട് ഒരിക്കലും പരാതിയോ പരിഭവങ്ങളൊന്നും ആരോടുമില്ല. കാരണം എല്ലാവരുടെയും സിറ്റുവേഷൻ, സാഹചര്യങ്ങൾ അങ്ങനെയൊക്കെ ആയിരിക്കാം.
പക്ഷേ എങ്കിലും നമുക്ക് നമ്മുടെ ദൈവത്തെ മറക്കാൻ സാധിക്കുകയില്ല. ജീവൻ തന്ന ജീവിക്കുന്ന ദൈവത്തെ നമുക്ക് അധരം കൊണ്ട് ഏറ്റുചൊല്ലി സ്തുതിക്കാം, ആരാധിക്കാം, മഹത്വപ്പെടുത്താം. അപ്പോൾ പ്രധാനമായിട്ടും ഒന്നാമത്തെ തിരുവചനമാണ് എന്താ, നിയമാവർത്തനം 28:7. ആ വചനം നിങ്ങൾ ചൊല്ലിയിട്ടും എഴുതിയിട്ടും പ്രാർത്ഥിക്കാവുന്നതാണ്. അത് അഭിഷേകത്തിൻ്റെ അനുഗ്രഹത്തിനുള്ള, നിങ്ങളുടെ ജീവിതത്തിൽ ദൈവാനുഗ്രഹം പ്രാപിക്കാനുള്ള ഒരു വചനമാണ്. രണ്ടാമത്തെ വചനം ഈ സന്ദേശത്തിൽ രണ്ടാമത്തെ വചനമാണ് നിയമാവർത്തനം 28-10 തിരുവചനം. കർത്താവിൻ്റെ നാമം നീ വഹിക്കുന്നത് കാണുമ്പോൾ ലോകത്തിലുള്ള സകല മനുഷ്യരും നിന്നെ ഭയപ്പെടും. അപ്പോൾ എന്താണ് കർത്താവിൻ്റെ, ദൈവത്തിൻ്റെ നാമം വഹിക്കുമ്പോൾ ഭയപ്പെടുന്നത് ഏത് ശക്തിയാണെന്ന് നിങ്ങൾക്കും എനിക്കും അറിയാം. നമ്മളിൽ, നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ ഭവനത്തിൽ വസിക്കുന്ന ദുരാത്മാവ് ഓടി രക്ഷപ്പെടും. അപ്പോഴാണ് നമുക്ക് സൗഖ്യവും വിടുതലും ലഭിക്കുന്നത്. ഇതാണ് ഈ വചനത്തിൻ്റെ സന്ദേശം. അപ്പോൾ ആ വചനവും നിങ്ങൾ ഉരുവിട്ട് ഒരു പ്രാർത്ഥനാ മന്ത്രമായിട്ട് ജപിച്ച് ശക്തി പ്രാപിക്കുക. അപ്പോൾ നിങ്ങളിൽ കുടുംബത്തിലുള്ള എല്ലാ കെട്ടുകളും തമ്പുരാൻ ദൂരീകരിക്കും. പക്ഷെ നിങ്ങൾ വിശ്വാസത്തോടു കൂടി ഈ വചനം സെയിം തന്നെ 1000 തവണ എഴുതി പ്രാർത്ഥിക്കാം, ചൊല്ലി പ്രാർത്ഥിക്കാം. നിങ്ങൾക്ക് ഏതാണ് കംഫർട്ടബിൾ അത് നിങ്ങൾക്ക് തിരഞ്ഞെടുത്ത് പ്രാർത്ഥിക്കാവുന്നതാണ്. വചനത്തിൻ്റെ അഭിഷേകം നിങ്ങളിലേക്ക് വരണമെങ്കിൽ നിങ്ങൾ വചനം ചൊല്ലി ശക്തി പ്രാപിക്കണം. അതുമാത്രം പോരാ, നിങ്ങൾക്ക് ലഭിച്ച ദൈവാനുഗ്രഹം നിങ്ങൾ മറ്റുള്ളവരിലേക്ക് പകർന്നു കൊടുക്കണം. കാരണം പകർന്നു കൊടുക്കുന്നത്, ഞാൻ പറയുന്ന റിയാലിറ്റി ആയിരിക്കണം, 100% സത്യസന്ധമായിട്ടുള്ള കാര്യമായിരിക്കണം. ആർക്കും ബുദ്ധിമുട്ട് വരുന്നൊന്നും ചെയ്യാൻ പാടില്ല. ഞാൻ ഇന്ന് വരെ ആർക്കും ബുദ്ധിമുട്ട് വരുന്നൊന്നും ചെയ്തിട്ടില്ല. പക്ഷേ നമ്മൾ എത്ര നന്മ ചെയ്താലും നമ്മളിൽ ഒരു ചെറിയൊരു ഫോൾട്ട് വന്നാൽ ആ ഫോൾട്ടാണ് ഇന്ന് ലോകം ചൂണ്ടിക്കാണിക്കുക. അത് ആരുടെയും കുറ്റമല്ല. ഒരിക്കലും നമുക്ക് ആരെയും കുറ്റപ്പെടുത്താനും പറ്റത്തില്ല. ഈ ലോകം അങ്ങനെയാണ്. എങ്കിലും നമ്മുടെ ദൈവത്തെ നമ്മൾ കണ്ടുകൊണ്ട് യാത്ര ചെയ്താൽ മതി. ഈ ദൈവത്തെ, ഈ കർത്താവിനെ കണ്ടുകൊണ്ട് നമ്മൾ യാത്ര ചെയ്താൽ മനുഷ്യൻ നമ്മളെ വിധിക്കും, അവഹേളിക്കും, കുറ്റപ്പെടുത്തും. ഇതൊക്കെ വചനത്തിലുണ്ട്. പക്ഷേ ഈ കർത്താവ് നമ്മളെ സംരക്ഷിക്കും. ഞാൻ ഹൃദയം തൊട്ട് പറയുന്നു, ഈ തമ്പുരാൻ കർത്താവ് നമ്മളെ പൊന്നുപോലെ കാത്തു പരിപാലിക്കും. ഞാൻ ഉറപ്പ് പറയുന്നു, പരീക്ഷണങ്ങളെ അതിജീവിച്ചവനാണ് നമ്മുടെ കർത്താവ്. ഞാനും പരീക്ഷണത്തെ അതിജീവിച്ച വ്യക്തിയാണ്. ജീവിതത്തിൽ ഒരുപാട് പരീക്ഷണങ്ങൾ താണ്ടിയിട്ട് തന്നെയാണ് തമ്പുരാനെ സ്നേഹിക്കാൻ തമ്പുരാൻ അവസരം തന്നത്. അതിന് നമുക്ക് നമ്മുടെ ദൈവത്തോട് നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കാം. അതുപോലെ തന്നെ നിങ്ങൾ ഈ സന്ദേശം, ഞാൻ പറഞ്ഞു, ബോറടിക്കുന്നുണ്ട് എന്ന് പറഞ്ഞ് നിങ്ങൾ ഒഴിവാക്കരുത്. നിങ്ങൾ ആദ്യം മുതൽ അവസാനം വരെ കേൾക്കണം. അവസാനം വരെ കേൾക്കുന്നവർക്ക് നിങ്ങളുടെ ജീവിതത്തിൽ ഉയർച്ച പ്രാപിക്കുവാനുള്ള ഒരു പ്രാർത്ഥന കൂടി നിങ്ങൾക്ക് ബ്രദർ അർപ്പിക്കുന്നതായിരിക്കും. നിങ്ങൾ ആരാണിത് കാണുന്നത്, അവരെ തീർച്ചയായിട്ടും ദൈവം പൂർണ്ണമായിട്ടും അനുഗ്രഹിക്കും. എന്തിനു വേണ്ടിയിട്ടാന്ന് പറഞ്ഞാൽ, നിങ്ങളിത് പൂർണ്ണമായിട്ടും ശ്രവിക്കുമ്പോൾ നിങ്ങളുടെ കുടുംബത്തിൽ ഒരാത്മാവെങ്കിലും വിശുദ്ധീകരിക്കപ്പെടുവാൻ വേണ്ടിയിട്ടാണ്. നിങ്ങളുടെ ജീവിതം ദൈവാനുഗ്രഹം കൊണ്ട് നിറയ്ക്കുവാൻ വേണ്ടിയിട്ടാണ്. നിങ്ങളുടെ മക്കൾ ദൈവാനുഗ്രഹം കൊണ്ട് നിറയ്ക്കുവാൻ വേണ്ടിയിട്ടാണ്. നിങ്ങളുടെ എല്ലാ പ്രയത്നങ്ങളും തമ്പുരാൻ അനുഗ്രഹിക്കപ്പെടുവാൻ വേണ്ടിയിട്ടാണ്. യേശുവേ ആരാധന, യേശുവേ സ്തുതി, ഈശോയെ മഹത്വം. പ്രത്യേകിച്ചും ഒരു പ്രാർത്ഥന കൂടി നിങ്ങൾക്ക് ഇതിലൂടെ ഞാൻ പറഞ്ഞു തരാൻ ആഗ്രഹിക്കുന്നു. എൻ്റെ ജീവിതത്തിൽ അഭിഷേകത്തിനിടയാക്കിയ ഒരു പ്രാർത്ഥന. നിങ്ങളെല്ലാവരും ആ പ്രാർത്ഥന കേട്ടിട്ട് പറ്റുമെങ്കിൽ ബ്രദറിൻ്റെ കൂടെ ഓൺലൈനിലൂടെ ഏറ്റുചൊല്ലി പ്രാർത്ഥിക്കുന്നതും നിങ്ങളുടെ ജീവിതത്തിൽ അനുഗ്രഹത്തിലേക്കുള്ള വഴിയാണ്. നമുക്കെന്നാൽ ആ പ്രാർത്ഥനയിലേക്ക് പ്രവേശിക്കാം. അപ്പോൾ വചനം നിങ്ങൾ വായിച്ചു. നിയമാവർത്തനം 28 1 മുതൽ 14 വരെയുള്ള ഭാഗങ്ങളെ പറ്റുമെങ്കിൽ നിങ്ങൾ ഈ അധ്യായം വായിച്ച് ധ്യാനിക്കുക. നിങ്ങളുടെ കുടുംബ പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്താവുന്നതാണ്. നിങ്ങൾ ഏത് പ്രാർത്ഥനയാണ് ചെയ്യുന്നതെന്ന് എനിക്കറിയത്തില്ല. നിങ്ങളുടെ പ്രാർത്ഥന നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. നിങ്ങൾ നിയമാവർത്തന പുസ്തകം 28 1 മുതൽ 14 വരെയുള്ള ഭാഗങ്ങൾ കുടുംബ പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തി പ്രാർത്ഥിക്കുന്നതും അനുഗ്രഹത്തിൻ്റെ വഴിയാണ്. പറ്റുമെങ്കിൽ നിങ്ങൾ പ്രാർത്ഥനകൾ നമ്മുടെ നാവ് കൊണ്ട് നന്നായിട്ട് സ്ഫുടമായിട്ട് ഉച്ചത്തിൽ ചൊല്ലി പ്രാർത്ഥിക്കണം. നമ്മൾ രഹസ്യമായിട്ട് ചൊല്ലി പ്രാർത്ഥിച്ച അർത്ഥമില്ല, ഉച്ചത്തിൽ. കാരണം ക്ഷുദ്രജീവികൾ, അശുദ്ധാത്മാക്കൾ പ്രാർത്ഥനയുടെ ശ്രവം കേൾക്കുമ്പോൾ, ശ്രവിക്കുന്ന ആ സൗണ്ട് കേൾക്കുമ്പോൾ തന്നെ അവർ ഭവനത്തിൽ നിന്ന് വിട്ടുമാറിപ്പോകണം. പിന്നെ ഒരിക്കലും നമ്മുടെ ഭവനത്തിൽ കയറാൻ പാടില്ല. അപ്പോൾ നിങ്ങൾ എല്ലാ ദിവസവും കുടുംബ പ്രാർത്ഥനയിൽ ഈ പ്രാർത്ഥന നിങ്ങൾ ഉൾപ്പെടുത്തി പ്രാർത്ഥിച്ച് നോക്കുക. നിങ്ങളുടെ കുഞ്ഞുമക്കൾ, നല്ല വിദ്യാഭ്യാസമുള്ള കുഞ്ഞുമക്കൾ, അല്ലെങ്കിൽ നല്ല മാതാപിതാക്കൾ, അല്ലെങ്കിൽ
എന്താ നന്നായിട്ട് വായിക്കാൻ അറിയുന്ന ആളുകൾ, ഈ ബൈബിൾ വായിക്കാൻ അറിയുന്ന കുഞ്ഞുങ്ങളൊക്കെ കുടുംബത്തിലുണ്ട്. അവരെ കൊണ്ട് ബൈബിൾ വായിപ്പിക്കണം, ഈ വചന സന്ദേശം വായിപ്പിക്കണം. എന്നിട്ട് അവരോട് പറയണം, മക്കളെ ദൈവവചനമാണ് മക്കളെ, ഇതാണ് നമ്മുടെ ഉയർച്ചയിലേക്ക് എത്തിക്കുന്നത്, ഈ ദൈവവചനം മുറുകെ പിടിച്ചാൽ മതി, അപ്പോൾ തമ്പുരാൻ നിങ്ങൾ ഉയർത്തും എന്ന് പറഞ്ഞ് അവർക്ക് വചനത്തിലേക്ക്, അവരെ ആഴത്തിലേക്ക് നിങ്ങൾ എത്തിക്കാൻ ശ്രമിക്കണം. ബ്രദറിൻ്റെ ഈ 1 മുതൽ 1000 വരെയുള്ള എപ്പിസോഡിൽ പ്രധാനമായിട്ടും ദൈവവചനമാണ് ഇതിലെ പ്രധാനപ്പെട്ട കണ്ടന്റ്, മീൻസ് പ്രധാനപ്പെട്ട മെസ്സേജ്. ആ ദൈവവചനത്തിൽ മാത്രമേ മുന്നോട്ട് പോയിട്ട് കാര്യമുള്ളൂ, അല്ലെങ്കിൽ നമ്മൾ വീണു പോകും. യേശുവേ ആരാധന, യേശുവേ സ്തുതി, ഈശോയെ മഹത്വം. തമ്പുരാന്റെ വിശുദ്ധ ഗ്രന്ഥം എടുത്ത് നിങ്ങൾ വായിക്കുക ഓരോരുത്തരും. ബ്രദർ പറഞ്ഞു എന്നത് ഓർത്ത് നിങ്ങൾ വിശ്വസിക്കേണ്ട ആവശ്യമില്ല. തമ്പുരാന്റെ വിശുദ്ധ ഗ്രന്ഥം എടുക്കുക, ആ കർത്താവ് എഴുതിയിരിക്കുന്ന, പരിശുദ്ധാത്മാവ് എഴുതിയിരിക്കുന്ന വിശുദ്ധ ഗ്രന്ഥത്തിലെ സന്ദേശങ്ങൾ നമ്മളൊന്ന് വായിക്കാൻ ശ്രമിക്കുക. സിമ്പിളാണ്, ഒരുപാട് തലകുത്തി മറിയേണ്ട കാര്യമൊന്നുമില്ല. വളരെ ചെറിയ ബുദ്ധിയുള്ളവർക്ക് പോലും ഇത് വായിച്ചെടുക്കാൻ പറ്റുന്ന കാര്യമാണ്. കാരണം ഞാനും ആദ്യ കാലഘട്ടത്തിൽ വളരെ കൺഫ്യൂഷനായിരുന്നു. ഇത്രയും വലിയ ബുക്ക് വായിച്ച് തീർക്കാൻ ബുദ്ധിമുട്ടാണെന്ന് എനിക്ക് തോന്നി. പക്ഷെ ഒന്നുമില്ല, തമ്പുരാൻ്റെ ഒരു കൃപ, തമ്പുരാനെ ഒന്ന് ആശ്രയിച്ചാൽ ആളെല്ലാം നിങ്ങളെ പഠിപ്പിക്കും. കാരണം അവിടുന്ന് സർവശക്തനാണ്. ഞാൻ വിശ്വസിക്കുന്നെങ്കിൽ നിങ്ങൾക്ക് 100% ഈ തമ്പുരാനെ വിശ്വസിക്കാം. ഇവിടുന്ന് കൈപിടിച്ച ഒരു വ്യക്തിയെയും ഇന്ന് വരെ തള്ളിക്കളഞ്ഞിട്ടില്ല. എൻ്റെ ജീവിതത്തിൽ മനുഷ്യർ പല സമയത്തും പല വ്യക്തികളും പല പ്രസ്ഥാനങ്ങളും എന്നെ തള്ളിക്കളഞ്ഞിട്ടുണ്ട്. പക്ഷെ അപ്പോഴും എന്നെ സ്നേഹത്തോടുകൂടി ചേർത്ത് പിടിച്ച, സ്നേഹം തരുന്ന പൊന്നു തമ്പുരാനാണ് ഈ കർത്താവ്, ജീവിക്കുന്ന ദൈവമായ കർത്താവ് യേശു ക്രിസ്തു, സത്യദൈവം. യേശുവേ ആരാധന, യേശുവേ സ്തുതി, ഈശോയെ മഹത്വം. അപ്പോൾ നിങ്ങൾക്ക് തീർച്ചയായിട്ടും പ്രാർത്ഥന ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. നമ്മുടെ ഈ സന്ദേശത്തിൻ്റെ അവസാന ഭാഗത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുന്നു. നമ്മൾ അവസാനമായി എല്ലാ മക്കൾക്ക് വേണ്ടിയിട്ട്, ഈ സന്ദേശം കേൾക്കുന്ന, ഈ സന്ദേശം ശ്രവിക്കുന്ന ഈ മക്കളുടെ കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഈ മക്കളുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഈ മക്കളുടെ മാതാപിതാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഇവരുടെ കുടുംബത്തിലെ എല്ലാ കടബാധ്യതകളും പ്രശ്നങ്ങളും തമ്പുരാനെ അങ്ങയുടെ തിരുക്കുരിശിൻ്റെ യോഗ്യതയാൽ വിട്ടുമാറിപ്പോട്ടെ. അതുപോലെ ഈ മക്കളുടെ കുടുംബത്തിൽ രോഗാവസ്ഥയിൽ കിടക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഈ വചനത്തിൻ്റെ അഭിഷേകത്താൽ ഇവരെ അഭിഷേകം കൊണ്ട് നിറയ്ക്കണമെന്ന് അപേക്ഷിക്കുന്ന പിതാവേ. അതുപോലെ തന്നെ ഈ കുടുംബത്തിൽ രോഗാവസ്ഥയും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും മനസ്സിലെ ആകുലതകളും നിരാശകളും ഇനി എന്താണ് ചെയ്യേണ്ടത് എൻ്റെ കർത്താവേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരുടെ മനസ്സിലെ മുറിവുകളെ ഈശോയെ അങ്ങയുടെ തിരുരക്തം കൊണ്ട് അഭിഷേകം ചെയ്ത് മുറിവുകളെ ഉണക്കുന്ന തമ്പുരാനെ അഭിഷേകം ചെയ്തവരെ മുന്നോട്ട് നയിക്കണമേ എന്ന് അപേക്ഷിക്കുന്നു കർത്താവേ. നിത്യപിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഓ എൻ്റെ ഈശോയെ, നരകാഗ്നിയിൽ സംരക്ഷിക്കണമേ. എല്ലാ ആത്മാക്കളെയും ദൈവം വിശുദ്ധീകരിക്കണമേ. ഈ ദൈവവചന വിരുന്ന് ഇത് ലോകരാജ്യങ്ങളുടെ എല്ലാ മക്കൾക്കും അനുഗ്രഹമായിട്ടും അഭിഷേകമായിട്ടും അങ്ങയുടെ പരിശുദ്ധാത്മാവിൻ്റെ വലിയ ബ്ലെസ്സിങ്ങുള്ളൊരു ശുശ്രൂഷയായിട്ടും എൻ്റെ കർത്താവെ അങ്ങ് ഉയർത്തണമേ, വളർത്തണമേ. സമ്പത്തോ പാരിതോഷികമോ ഒന്നും ഈ എളിയദാസൻ ആഗ്രഹിക്കുന്നില്ല. ഒരു പാരിതോഷികമോ ഒരു ക്രെഡിറ്റോ ഒരു ക്രെഡിബിലിറ്റിയോ ഒന്നും ആഗ്രഹിക്കുന്നില്ല. ഞാൻ ആഗ്രഹിക്കുന്ന ഒരേ ഒരു കാര്യം മാത്രമേ ഉള്ളൂ, എൻ്റെ തമ്പുരാൻ്റെ ജീവിക്കുന്ന വചനം ജീവനുള്ള സാക്ഷ്യമായിട്ട് എനിക്ക് അങ്ങേക്ക് വേണ്ടി പ്രവർത്തിക്കാനുള്ള കൃപ മാത്രമേ ഞാൻ ആഗ്രഹിക്കുന്നുള്ളൂ. സമ്പത്തും പാരിതോഷികവും ഒക്കെ തരുന്നത് ഈ പൊന്നു തമ്പുരാനാണെന്ന് ഞാൻ ഉറപ്പ് പറയുന്നു. ഞാൻ വിശ്വസിക്കുന്നു. എനിക്ക് സമ്പത്തിനേക്കാൾ ഉപരി ഈ തമ്പുരാൻ്റെ സ്നേഹം മതി. എനിക്ക് നിങ്ങളുടെ സ്നേഹം, നിങ്ങളുടെ പ്രാർത്ഥനകൾ ഞാൻ ആഗ്രഹിക്കുന്നു. എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുക, ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. അതുപോലെ തന്നെ നിങ്ങളിൽ നിന്നൊന്നും ആരിൽ നിന്നും ഒരു കാര്യം പ്രതീക്ഷിക്കുന്നില്ല. ദൈവസ്നേഹം മാത്രമേ പ്രതീക്ഷിക്കുന്നുള്ളൂ. ദൈവകരുണ, ദൈവത്തിൻ്റെ കൃപയിൽ നിങ്ങളെല്ലാവരും ജീവിക്കണമെന്ന് മാത്രമേ ഏക ആഗ്രഹമുള്ളൂ. മീൻസ് നമ്മളെല്ലാവരും പാപികളാണ്. പാപികളിൽ ഒന്നാമനായ നമ്മൾ ഓരോരുത്തരെയുമാണ് ആ ദൈവം സ്നേഹിച്ചുയർത്തുന്നത്. അപ്പോൾ ആ ദൈവത്തോട് നമ്മൾ എന്നും എപ്പോഴും നീതിയുള്ളവരായിരിക്കണം, കരുണയുള്ളവരായിരിക്കണം, സ്നേഹമുള്ളവരായിരിക്കണം. ഇതെൻ്റെ ഒരു റിക്വസ്റ്റാണ്. നിങ്ങളുടെ ഒരു എളിയ സഹോദരനായിട്ട് അല്ലെങ്കിൽ കുടുംബത്തിലെ ഒരു അംഗമായിട്ട് ഈ ബ്രദറിനെ നിങ്ങളുടെ പ്രാർത്ഥനയിലും ഉൾപ്പെടുത്തുക. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പ്രാർത്ഥന. നമ്മളെല്ലാ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. എൻ്റെ പ്രധാനപ്പെട്ട നിത്യസഹായകനായ
പരിശുദ്ധാത്മാവിൻ്റെ പ്രാർത്ഥനയാണ് ഞാൻ നിങ്ങളെ പഠിപ്പിക്കുന്നത്. എൻ്റെ ജീവിതത്തിൽ എന്നെ നിരന്തരമായി സഹായിച്ചു കൊണ്ടിരിക്കുന്നത് പരിശുദ്ധാത്മാവാണ്. ആ പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം നിറഞ്ഞൊരു പ്രാർത്ഥനയാണ് ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ആഗ്രഹിക്കുന്നത്. പരിശുദ്ധാത്മാവെ എഴുന്നള്ളി വരണമേ, അങ്ങേ വെളിവിൻ്റെ കതിരുകൾ ആകാശത്തിൻ്റെ വഴിയെ അയച്ചിടണമേ. അഗതികളുടെ പിതാവെ, ദാനങ്ങൾ നൽകുന്നവനെ, ഹൃദയത്തിൻ്റെ പ്രകാശമേ എഴുന്നള്ളി വരണമേ. എത്രയും നല്ല ആശ്വസിപ്പിക്കുന്നവനെ, ആത്മാവിന് മധുരമുള്ള വരുന്നേ, മധുരമുള്ള തണുപ്പേ, അലച്ചിലിൽ സുഖമേ, ഉഷ്ണത്തിൽ തണുപ്പേ, കരച്ചിലിൽ സ്വരമേ എഴുന്നള്ളി വരണമേ. എത്രയും അനന്തത്തോടു കൂടിയിരിക്കുന്ന പ്രകാശമേ, അങ്ങേ വിശ്വാസികളുടെ ഹൃദയത്തിൻ്റെ ഉള്ളുകൾ എന്ന് നിറയ്ക്കണമേ. അങ്ങേ വെളിവ് കൂടാതെ മനുഷ്യൻ ദോഷമില്ലാതെ ഒന്നുമില്ല. അറുപ്പുള്ളത് കഴികൾ വാടിപ്പോന്നേക്കണമേ. മുറിവേറ്റിരിക്കുന്ന സുഖപ്പെടുത്തണമേ. രോഗപ്പെട്ട് ഓർപ്പിക്കണമേ. കടുപ്പമുള്ളത് മയപ്പെടുത്തണമേ. ആറിപ്പോയി ചൂടെടുക്കണേ. വഴുതിറ്റുപോയ നേരേക്കണമേ. അങ്ങിൽ ക്ഷണപ്പെട്ടിരിക്കുന്ന വിശ്വാസികൾക്ക് അങ്ങേ 7 വിശുദ്ധ ദാനങ്ങളും നൽകി അനുഗ്രഹിക്കണമേ. ഭാഗ്യമരണവും പുണ്യയോഗ്യതയും നിത്യാനന്ദവും അവിടെ ഞങ്ങൾക്ക് നൽകി അനുഗ്രഹിക്കണമേ. നിത്യപിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ദൈവമായ കർത്താവെ, എല്ലാ മക്കളെയും, ഈ വചന സന്ദേശം ശ്രവിക്കുന്ന എല്ലാ മക്കളെയും അങ്ങയുടെ പരിശുദ്ധാത്മാവിൻ്റെ കൃപ കൊണ്ട്, അങ്ങയുടെ പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം കൊണ്ട് നിറയ്ക്കണമേ. ദൈവവചനം കൊണ്ട് നിറയ്ക്കണമേ. ദൈവാനുഗ്രഹത്തിൽ നിറയ്ക്കണമേ. ദൈവകൃപ കൊണ്ട് നിറയ്ക്കണമേ എന്ന് അപേക്ഷിക്കുന്നു. പരിശുദ്ധ അമ്മ മാതാവേ, അമ്മയുടെ സാന്നിധ്യം ഞങ്ങൾ എന്നും എപ്പോഴും ഈ ശുശ്രൂഷയിൽ ആദ്യം മുതൽ അവസാനം വരെ പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യം ഞങ്ങൾ ആഗ്രഹിക്കുന്നു. അമ്മയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മയുടെ സാന്നിധ്യത്തിൽ ഞങ്ങൾ നന്മ നിറഞ്ഞ മറിയമേ എന്ന പ്രാർത്ഥന ചൊല്ലി അമ്മയ്ക്ക് വേണ്ടിയിട്ട്, ഈ കുടുംബത്തിന് വേണ്ടിയിട്ട്, ഈ ആലയത്തിന് വേണ്ടിയിട്ട്, അതുപോലെ ഈ മക്കൾക്ക് വേണ്ടിയിട്ട്, ഈ വചന സന്ദേശം ശ്രവിക്കുന്ന മക്കൾക്കും കുടുംബത്തിനും കുടുംബാംഗങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അതുപോലെ ഈ ശുശ്രൂഷയ്ക്ക് വേണ്ടിയിട്ട് എനിക്ക് വേണ്ടി ത്യാഗം സഹിച്ച് പ്രാർത്ഥിക്കുന്ന ഒരു ദൈവമകൾ പരിശുദ്ധാത്മാവ് എനിക്ക് കാണിച്ചു തരുന്നു. ആ മകൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. ആ മകളുടെ പ്രാർത്ഥനയുടെ ശക്തിയാൽ ദൈവമേ, എനിക്ക് ശുശ്രൂഷ ശക്തമായിട്ട്, അഭിഷേകമായിട്ട്, അനുഗ്രഹമായിട്ട്, ദൈവകൃപയിൽ, ദൈവകരുണയിൽ ശക്തമായിട്ട് ലീഡ് ചെയ്യുവാനുള്ള കൃപാവരം പരിശുദ്ധാത്മാവായ ദൈവമേ അങ്ങ് തന്നെ അനുഗ്രഹിക്കണമേ. നിത്യസഹായകനായ ഓ പരിശുദ്ധാത്മാവേ, ഓ പാവനാത്മാവേ, എല്ലാ മേഖലകളിലേക്കും അങ്ങ് ഇറങ്ങി പ്രവർത്തിക്കണമേ. ദൈവത്തിൻ്റെ പരിശുദ്ധ റൂഹേ, ഞങ്ങൾ പൂർണ്ണമായിട്ടും പരിശുദ്ധാത്മാവെ ഞങ്ങൾ അങ്ങയിൽ ആശ്രയിക്കുന്നു. ഞങ്ങളുടെ ബുദ്ധിയേക്കാൾ അപാരമായ ബുദ്ധിയാണ് അങ്ങയുടെ ആത്മാവിൻ്റെ കൃപ നിറഞ്ഞ ബുദ്ധി. ആ ബുദ്ധി ഞങ്ങൾക്ക് എല്ലാവർക്കും തന്നെ അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ നിത്യജീവിതത്തിൽ വന്നു പോയിരിക്കുന്ന എല്ലാ തെറ്റുകൾക്കും പിഴകൾക്കും എല്ലാ പാപങ്ങൾക്കും അപരാധങ്ങൾക്കും ഞങ്ങൾ ഈ മക്കൾക്ക് വേണ്ടിയിട്ട് ഞാൻ അങ്ങയോട് ക്ഷമ ചോദിക്കുന്നു. ഈ മക്കളുടെ കുടുംബത്തിലേക്ക് ദൈവാനുഗ്രഹം, ദൈവകൃപ, ദൈവകരുണ നിറയട്ടെ. യേശുവേ ആരാധന, യേശുവേ സ്തുതി, ഈശോയെ മഹത്വം. കർത്താവിൻ്റെ അനുഗ്രഹങ്ങളും വചനവിരുന്നും എന്ന ഈ ശുശ്രൂഷയുടെ ആദ്യത്തെ എപ്പിസോഡ്, 1ാമത്തെ അധ്യായം ഇന്ന് കംപ്ലീറ്റ് ചെയ്യുവാൻ വേണ്ട സാഹചര്യം, അതിനുള്ള സിറ്റുവേഷൻ, അതിനുള്ള കൃപകൾ, വരങ്ങൾ, ദാനങ്ങളൊക്കെ തന്ന നിത്യപിതാവായ ദൈവമേ അങ്ങേക്ക് നന്ദി പറയുന്നു. പരിശുദ്ധാത്മാവായ ദൈവമേ അങ്ങേക്ക് നന്ദി പറയുന്നു. പരിശുദ്ധ ദൈവമാതാവേ അമ്മയ്ക്ക് നന്ദി പറയുന്നു. യേശുവേ ആരാധന, യേശുവേ സ്തുതി, ഈശോയെ മഹത്വം. ദൈവത്തിൻ്റെ വചനം ലോകരാജ്യങ്ങളിലേക്ക് കർത്താവ് തന്നെയാണ് എത്തിക്കേണ്ടത്. കർത്താവാണ് ഇതിൻ്റെ എല്ലാത്തിൻ്റെയും ഉടമസ്ഥൻ. ഇമ്മാനുവൽ ബ്രദർ എന്ന മനുഷ്യൻ, എന്ന വ്യക്തി അങ്ങയുടെ ഒരു ഉപകരണം മാത്രമാകുന്നു. കർത്താവിൻ്റെ സ്നേഹം എല്ലാ മക്കൾക്കും നിറയട്ടെ. യേശുവേ സ്തുതി, ഈശോയെ ആരാധന, ഈശോയെ മഹത്വം.